ഒരുമിച്ച് അമേൻ എല്ലാ ഹൃദയങ്ങളും അമേൻ ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. അമേൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അമേൻ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വർഷിപ്പിനകത്ത്. അമേൻ ആന്റി പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഭയങ്കരമായ ദൈവ സാന്നിധ്യത്തിനകത്ത് ഈ പ്രഭാതത്തിൽ കർത്താവ് തൊടുന്നത് അനുഭവിക്കുവാൻ ഇടയായി. അമേൻ ഒരു ഈ സമയത്തെ അമേൻ ദൈവ സാന്നിധ്യത്തിനകത്ത് ഹൃദയം തുറന്നു സ്തോത്രം ചെയ്ത് എല്ലാ ഹൃദയങ്ങളും തുറന്ന് മാക്സിമം വീഡിയോ കഴിയുക ഒരുമിച്ച് ചേർന്ന് അന്യഭാഷകളിൽ സ്തുതിക്കുന്നവർ അന്യഭാഷകളിൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അമേൻ ഈ 19ാമത്തെ ദിവസ പ്രഭാതത്തിൽ അമേൻ ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ട. റാംഷിഖേലി അപ്രഭാ ജഗനഘടകം ശകദനഘടകദന അമേൻ 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 തകർന്നത് ഇല്ലാതായതൊക്കെ അമേൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. റാസ്മാനി അന്തരബ നുഷ്ബറഗന വൈഠമനദര റചിബിഡിബിബി റഗദനദന. പ്രതീക്ഷ അറ്റുപോയതൊക്കെ അമേൻ അമേൻ കർത്താവിന്റെ അകത്ത് പറയുന്നു, പ്രതീക്ഷ അറ്റുപോയതൊക്കെ ഈ പ്രഭാതത്തിൽ പ്രതീക്ഷയോടെ എഴുന്നേറ്റിരിക്കാൻ പോകുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതീക്ഷ അറ്റുപോയതൊക്കെ പ്രതീക്ഷയോടെ എഴുന്നേറ്റിരിക്കുകയാ. അറാബ സംഖരി മെനദര അമേൻ നടക്കത്തില്ലെന്ന് പറഞ്ഞത് അമേൻ പ്രതീക്ഷ അമേൻ അറ്റുപോയത് നിരാശ പറഞ്ഞത് ഈ പ്രഭാതത്തിൽ സ്വർഗം എന്നോട് പറയുന്നു അമേൻ അമേൻ അതെല്ലാം ഇന്നിപ്പോ അമേൻ അമേൻ കണ്ണിന് കാണത്തക്കവണ്ണം ഒരു അടയാളമായി മാറാൻ പോകുകയാണ്. ആബ്ര ശരിമ റഥന ഭരഗജഗദന ലാൽബത്തുരു മനാശബര വൈഡമനത രഗടകസി അധരബബ. നിന്റെ ദയ കർത്താവേ, നിന്റെ കൃപയാ കർത്താവേ. അമേൻ ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നത് നിന്റെ ദയയാ, നിന്റെ കൃപയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ വലിയ ദൈവ പദ്ധതിക്ക് വേണ്ടിയാ, വലിയ ദൈവിക നിവർത്തീകരണത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരിതിനകത്തുണ്ട്. ഹല്ലേലൂയ. അവരുടെ മധ്യേ ആ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ചില കാഴ്ചകൾ അമേൻ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെ മുമ്പിൽ അത് തുറക്കുകയാ. റബദന ഹടമന ജനദന റബനബ ശന്തരബബബ അധരഗബട ധിരബബബ റുബലഗടഗ ശബലബലബലബലബ. Hallelujah, hallelujah. Wonderful daddy, wonderful daddy. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്ന കർത്താവേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് അങ്ങ് ഇടപെടുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജയം തന്ന നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാ. ഒരു കാഴ്ച, പുതിയൊരു കാഴ്ച ഞങ്ങളുടെ മുമ്പിൽ കാണത്തക്കവണ്ണം, പുതിയൊരു ആമേൻ ദൈവിക പദ്ധതിയുടെ കേൾവി ഞങ്ങൾ കേൾക്കത്തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അന്തരീക്ഷത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനെ 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 രാജാവേ രാജാവേ. ഇന്ന് ഹൃദയം തുറന്ന് ഇതിനകത്ത് ഹൃദയം തുറന്ന് അതരം തുറന്ന് അമേൻ 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 ഹൃദയം തുറന്ന് അതരം തുറന്ന് ഒരുപോലെ അമേൻ യേശുവേ എന്ന് വിളിച്ചു തുടങ്ങിയാട്ടെ. ഈ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി ഒരു അന്തരീക്ഷം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവരുടെ ഹദരങ്ങൾ തുറന്ന് ആമേൻ അവരിയ്ക്കുന്ന ഇടത്ത് ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തെ ആമേൻ തിരിച്ചറിഞ്ഞൊന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മടുത്തുപോയ അന്തരീക്ഷത്തിൽ നിന്ന് മടുപ്പില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക്, മടുത്തുപോയ അന്തരീക്ഷത്തിൽ നിന്ന് മടുപ്പില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ആമേൻ കർത്താവേ ഇന്ന് പകലിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തുറന്നു തന്നെ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആമേൻ ആമേൻ. മരിച്ചതിനെ ചിലതിനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്ന ഒരു വലിയ ദൈവ പദ്ധതി ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ താണിരിക്കുന്നു. അല്പസമയം അങ്ങ് ഞങ്ങളോട് ശക്തമായ ദൈവിക സ്പർശനമായത് ഞങ്ങളുടെ ഉള്ളിൽ തെരുമാറാകണം അപ്പ. കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ഡിവൈസിലൂടെ കർത്താവെ, അമേൻ, രാജ്യങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന്, അമേൻ അമേൻ, വിവിധ അമേൻ 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 ഇടങ്ങളിൽ നിന്ന് ജോയിൻ ആയിരിക്കുന്ന മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളെ കേൾപ്പിക്കും. കർത്താവെ, അങ്ങേ അവരോട് സംസാരിക്കണം. കർത്താവെ, അടിയന്റെ മാനുഷിക വാക്കുകളല്ല, ദൈവാത്മാവിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കണം. കർത്താവെ, അഭിഷേകത്തിൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവെ, കൃപ ചെയ്യണം. കർത്താവെ, താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിന്റെ കരത്തിൽ തന്നെ തരുന്നപ്പാ. അമേൻ അമേൻ അമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നല്ല പകൽ സമയം, അമേൻ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവ് തന്ന അമേൻ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അമേൻ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച അമേൻ ദൈവദാസിയെയും കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ഈ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി ആമേൻ ഒരു പുതിയ കാഴ്ച ദൈവം ഒരുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ആമേൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, ആമേൻ, ഹല്ലേലൂയ, 11-ാമത്തെ വാക്യം മുതൽ 11 മുതൽ ഹല്ലേലൂയ ആമേൻ 17 വരെ ആമേൻ ഒരാൾ എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെ കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വലിയ സന്ദർശനങ്ങൾ ചിലർക്കിടയിലേക്ക് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗിനകത്ത് നമ്മൾ ഒരുമിച്ച് ജോയിൻ ആയിരിക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ദൈവത്തിന്റെ സന്ദർശനം ആമേൻ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും ചലിക്കത്തില്ല എന്ന് പറഞ്ഞതൊക്കെ ഹല്ലേലൂയ വിശ്വസിച്ച് പറഞ്ഞു തുടങ്ങിയാട്ടെ. 2025 ഈ അവസാന മാസത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഹല്ലേലൂയ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ആമേൻ സാന്നിധ്യത്തിന്റെ മുമ്പിൽ വളരെ പ്രതീക്ഷയോടെ വന്നവരൊക്കെ ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ, ദൈവം എന്നെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വാക്ക് ആമേൻ മുമ്പൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ആമേൻ ഞാൻ സാധാരണ ആമേൻ കേൾക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഭയത്തോടെയായിരുന്നു. ദൈവം അവനെ സന്ദർശിക്കട്ടെ, ആമേൻ, ദൈവം അവനെ സന്ദർശിക്കട്ടെ. അല്ല, ശരിക്കും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയട്ടെ, എന്നെ നോക്കി നിങ്ങളെ നോക്കി പറയട്ടെ. ഒരു ദൈവത്തിന്റെ സന്ദർശനം നമുക്ക് ലഭിച്ചാൽ ആമേൻ ഒരു വലിയ മാറ്റമുണ്ടാവുകയാണ്. ഹല്ലേലൂയ. മാറാത്തത് എന്തോ മാറ്റാനേ എന്റെ ദൈവം വരാറുള്ളൂ. ഒന്ന് പറഞ്ഞാട്ടെ, കരം ആമേൻ ആമേൻ ഉയർത്തി പറഞ്ഞാട്ടെ, മാറാത്തത് എന്തോ എന്റെ ജീവിതത്തിൽ കിടക്കുന്നത് മാറ്റാനാ എന്റെ ദൈവം വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്ലേസിൽ ദൈവം സന്ദർശിച്ചാൽ, ഒരു ഇടത്ത് ദൈവ സന്ദർശനം ലഭിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, വേദപുസ്തകം മുഴുവനും ആമേൻ തിരിച്ചും മറിച്ചും പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പ്ലേസിൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായാൽ അവന്റെ വാഗ്ദത്തത്തെ എൻലാർജ് ചെയ്യും. ഹല്ലേലൂയ. അവന്റെ ഇടത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. ഇതുവരെ നടക്കാത്ത ഒന്ന് നടക്കാൻ വേണ്ടിയാ ദൈവം സന്ദർശിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹൂദ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ ശ്രുതി പരക്കുക. ഓ ഹല്ലേലൂയ. വലിയ ശ്രുതി പറക്കുക. ആമേൻ. എന്താ ആ ശ്രുതി? ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ വരാതിരുന്നത്, നടക്കാതിരുന്നത്, ആമേൻ, പ്രതീക്ഷിച്ചിട്ടും നടക്കാതിരുന്നത് ഒന്ന് നടന്നു എന്ന് ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന, ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന, ആരാധിക്കുന്നവര് പറഞ്ഞു തുടങ്ങിയിരിക്കുക, ഞങ്ങളെ ദൈവം സന്ദർശിച്ചു തുടങ്ങിയെന്ന്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഉപവസിക്കുന്ന
ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി ഹല്ലേലൂയ ചില ജാതികൾ പറയത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെ വീടിനകത്ത് കുടുംബത്തിനകത്ത് തലമുറയുടെ മേലൊക്കെ സംഭവിക്കാൻ പോകുക. ദൈവം ആ വീടിനകത്ത് സന്ദർശിച്ചു തുടങ്ങി. ദൈവം ആ വീടിനകത്ത് ഇറങ്ങി തുടങ്ങി. അവന്റെ കുടുംബത്തിനകത്ത്, അവന്റെ കോമ്പൗണ്ടിനകത്ത്, അവന്റെ വീടിനകത്ത്, അവന്റെ തലമുറയുടെ മേല് ദൈവ സന്ദർശനം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയമില്ലാതെ ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഭയം നീങ്ങിയവരെ പോലെ ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ വീടിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ മരിച്ചു കിടക്കുന്ന വാഗ്ദത്തങ്ങളുടെ മേൽ, എന്റെ മരിച്ചുപോയ പ്രതീക്ഷകളുടെ മേൽ ഒരു പുതിയ എഴുന്നേൽപ്പുണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേൻ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഒരു ഭാഗം ഇതാണ്. എല്ലാവർക്കും ഭയം പിടിച്ചു. എല്ലാവർക്കും ഭയം പിടിച്ചു. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, എല്ലാവർക്കും ഭയം പിടിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും എല്ലാവരും ഒരു സമയത്ത് പ്രവചന ശുശ്രൂഷയ്ക്ക് വലിയ വാല്യൂ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തൊരു സീസൺ വന്നപ്പോൾ പ്രവചന ശുശ്രൂഷയ്ക്ക് ഒരു വാല്യൂ ഇല്ലാതായി മാറി. എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രവചന ശുശ്രൂഷയ്ക്ക് ഭയങ്കര വാല്യൂവാ. കാരണം വെറും പ്രവചനം മാത്രമല്ല, പ്രവചനത്തിനകത്ത് ചിലത് നടക്കുന്നു. ഹല്ലേലൂയ. ഒരു ഉണർവ് നമ്മുടെ ഇടയിൽ, ഒരു ഉണർവ് ദൈവ സാന്നിധ്യത്തിൽ പലയിടത്തും തുടങ്ങുമ്പോൾ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് ഭയങ്കര എഴുന്നേൽപ്പ് സംഭവിക്കുക. പക്ഷേ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ശുശ്രൂഷയുടെ അടുത്തൊരു തലമാണ് ദൈവം സന്ദർശിക്കുന്ന സമയം. ഹല്ലേലൂയ. പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷയുടെ ടൈമിങ്ങിനപ്പുറത്ത് ദൈവ സന്ദർശനത്തിന്റെ ഒരു വർഷം നമ്മുടെ മുമ്പിൽ തുടങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. 2025 ഒത്തിരി പ്രവചനങ്ങൾ കേട്ടവർ ഇതിനകത്തുണ്ട്. എന്നാൽ 2026 ദൈവം സന്ദർശിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രതീക്ഷയുള്ളവരൊന്ന് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ മേൽ അത് സംഭവിക്കാൻ പോകുക, എന്റെ വീടിനകത്ത് അത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. നിവർത്തീകരിക്കുന്ന ദൈവപദ്ധതിയുടെ കാഴ്ച വീടിനകത്ത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ വഴിമാറുന്നത് കാണാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവപദ്ധതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ട് നാളേറെയായി ഒരു കാഴ്ച കാണാൻ പ്രതീക്ഷയോടെ ഇരുന്നിട്ട് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് നിരാശയുടെ ചിന്തയുമായി ഇരിക്കുന്നവർ പറഞ്ഞാട്ടെ, ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ അനേകരെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ദൂതന്മാരും സന്ദർശിച്ച കാര്യങ്ങൾ നമ്മളെ ബലപ്പെടുത്താറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമ്മിലിറങ്ങുന്ന ദൈവത്തിന്റെ സന്ദർശനത്തെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അതിനെ വലിയ വേദനയാക്കി മാറ്റുക. ഹല്ലേലൂയ. ദൈവം എന്നോട് ഇടപെടുന്നില്ല, ദൈവം എന്നെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയം നിങ്ങൾ വളരെ പ്രതീക്ഷയോടിരുന്നു. ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞതുപോലെ പലപ്പോഴും കേൾക്കുമ്പോൾ ഭയം തോന്നുന്ന ഒരു കാര്യമാണ്, ദൈവം സന്ദർശിക്കട്ടെ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ പറയും, അവനെ ദൈവം സന്ദർശിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായവരെ നോക്കി നമ്മൾ പറയും, അവനെ ദൈവം സന്ദർശിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും പ്രതിസന്ധിക്കകത്ത് എല്ലാവർക്കും ദോഷം ചെയ്ത് നടക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ വിളിച്ചു പറയും, ദൈവം അവനെ സന്ദർശിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവനെ ദൈവം സന്ദർശിക്കുമ്പോൾ അവനിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല, നമ്മുടെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങട്ടെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രയാസത്തിനകത്ത് ദൈവം ഇറങ്ങട്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. വലിയൊരു ഭയം ഇവരുടെ അകത്തുണ്ടായിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. മാറ്റം സംഭവിക്കുന്നിടത്ത് പ്രവചന ശബ്ദങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. കേട്ട ചില ദൂതിന്റെ നിവർത്തീകരണങ്ങൾ 2026 ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന ചിലരുടെ മേൽ കേട്ട ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം പരിശുദ്ധ
പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. ജസി റാണി, ആമേൻ, ഹാലലുയ, റിനി ഹാലലുയ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അനേക വട്ടം കേട്ടു, ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കേട്ടത് കേട്ട് കേട്ട് കർത്താവെ ഞാൻ ഇത് മടുക്കുകയാ, ഒരു മാറ്റമില്ലല്ലോ എന്ന് ചോദിച്ചെടുത്ത് ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നോട് പറയുക, വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്ന ഒരു ദൈവശബ്ദം, വീണ്ടും ആമേൻ, അതിനകത്ത് ദൈവം ഇറങ്ങാൻ പോകുകയാ. നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങാൻ പോകുകയാ. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇറങ്ങാൻ പോകുകയാ. ഹെവന്റെ പർപ്പസ് വെളിപ്പെടാൻ പോകുകയാ. കണ്ണിന് കാണത്തക്കവണ്ണം ആമേൻ, ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. കണ്ണിന് കാണത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തിയുടെ സീല് ആമേൻ നിന്റെ മുമ്പിൽ അടിച്ചിറങ്ങുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിർത്തുവാൻ തക്കവണ്ണം, ആമേൻ, തലമുറകളെ കൊണ്ട് ആമേൻ അടുത്ത സ്ഥലങ്ങളിലേക്ക് ഓടത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 2026 ആമേൻ ഒരു വലിയ സാക്ഷ്യത്തിന് റെഡി ആയിക്കോ. അതിന്റെ ഫെബ്രുവരി മാസം ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഒരു വലിയ ദൈവിക പദ്ധതികളുമായി ആമേൻ ഇറങ്ങി നിൽക്കുകയാ. വലിയൊരു സന്ദർശനം ജനത റിമന ഹതല ഘടക ശന്തരാബനാബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം നിറയുന്ന ഒരു അന്തരീക്ഷം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, കൊതിക്കുന്നവരുടെ മുമ്പിൽ ആ അന്തരീക്ഷം ഇറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മഹത്വം നിറയുന്ന ഒരു ദൈവ സാന്നിധ്യം എനിക്ക് വേണം, എന്റെ കുടുംബത്തിനകത്ത് വേണം. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് ഇറങ്ങണമെന്ന് പ്രതീക്ഷയുള്ളവരുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ അത് ഇറങ്ങുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ആമേൻ പലവട്ടം ശ്രമിച്ചിട്ടും പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആമേൻ ഉള്ളിൽ നിന്ന് ഞരക്കം മാത്രം വന്നിട്ട് മടുപ്പിലോട്ട് പോകുന്നവരുണ്ടോ? ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്നോട് അതിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, ചിലരെ അസാധാരണമായ വീര്യം പകർന്ന് പ്രാർത്ഥനയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുകയാ. ഹല്ലേലൂയ. ഇതുവരെ ഇല്ലാത്ത ഒരു ഉത്തേജകം, ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മാവിന്റെ പ്രേരണ, ഒരു ആത്മഭാരം, ഹല്ലേലൂയ, ഒരു ആത്മീയ പ്രേരണ. അത് വെറുതെയല്ല, എന്റെ ദൈവം നിന്നോട് സന്ദർശിക്കുവാൻ ആമേൻ റെഡി ആയിരിക്കുകയാ. ഹദര വനച്ചകന വൈഡസ്യാദന. ചിലർക്ക് അസാധാരണമായ സ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നു. ഹല്ലേലൂയ. എന്താ അർത്ഥമെന്നറിയത്തില്ല, പക്ഷെ എന്തോ ഒന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, എന്തോ ഒന്നുള്ളത് നിന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പാണ്, അതിന്റെ പിന്നാലെ എന്റെ ദൈവത്തിന്റെ സന്ദർശനമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്നൊന്ന് സ്തുതിച്ചാട്ടെ. അനക്കമില്ലാത്തടത്ത്, ഞരക്കമില്ലാത്തടത്ത്, ചലനമില്ലാത്തടത്ത് ചലിപ്പിക്കുവാൻ വേണ്ടിയാ എന്റെ ദൈവം ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ഈ ഭാഗം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 11ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ആമേൻ, പിറ്റേന്ന് ആമേൻ നയീൻ എന്ന പട്ടണത്തിൽ, ഹല്ലേലൂയ, ആമേൻ, അവിടെ സംഭവിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. നയീൻ എന്ന പട്ടണം എന്ന് പറയുമ്പോൾ, നയീൻ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പട്ടണം, വളരെ സൗന്ദര്യം നിറഞ്ഞ പട്ടണം. അവിടെ ഒരിക്കലും ആമേൻ സൗന്ദര്യമുള്ളിടത്ത് സൗന്ദര്യത്തിന്റെ കാഴ്ചകൾ കാണും, സൗന്ദര്യത്തിന്റെ ശബ്ദമുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. സെൻസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പലപ്പോഴും സൗന്ദര്യമുള്ള പ്രദേശങ്ങൾ തേടി പോകാറുണ്ട്. ആമേൻ, ആമേൻ. അവിടെ നമ്മൾ ടൂർ വെക്കാറുണ്ട്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഒരല്പസമയം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. ഒന്ന് ആമേൻ ആമേൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ പട്ടണത്തിൽ, ഈ ബ്യൂട്ടിഫുൾ എന്ന പട്ടണത്തിലേക്ക് യേശു ശിഷ്യന്മാരും കൂടെ ആമേൻ വളരെ പുരുഷാരവും കൂടി ആമേൻ അവിടോട്ട് ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച, ഒരു വലിയ വിലാപയാത്ര വരികയാണ്, പട്ടണത്തിന്റെ പുറത്തോട്ട് വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ പട്ടണത്തിനകത്ത് ആമേൻ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഒരമ്മയുടെ, ഹല്ലേലൂയ, ആമേൻ, എങ്ങനെയുള്ള മകന? ഏകജാതനായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ ആദ്യജാതന്മാരെ കാണാറുണ്ട്. ഹല്ലേലൂയ. ഏകജാതനുണ്ട്. ഹല്ലേലൂയ. ഒരമ്മയുടെ ഏകജാതനെ മരിച്ചവനായി പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരമ്മയുടെ ആദ്യജാതൻ ആമേൻ ആ പട്ടണത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മയുടെ ആദ്യജാതൻ, ഏകജാതന്റെ മരണത്തിന്റെ മുമ്പിൽ ഒരാദ്യജാതന്റെ സന്ദർശനം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ദൂതറിയിക്കുക,
ആയിരിക്കുകയാണ്. ആമേൻ, നീ പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ തുറക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെനഡിക്ട് മാത്യു എന്ന് പറയുന്ന ആമേൻ ഇപ്പോൾ ജോയിനായ അക്ഷയന്റെ മുമ്പിൽ കർത്താവിനെ അങ്ങനെ കാണിക്കുന്നു. ദൈവത്താലുള്ള ബന്ധങ്ങൾ തുറന്നു തരാൻ പോകുകയാണ്. ദൈവത്താലുള്ള ദൈവപദ്ധതിയുടെ ബന്ധങ്ങൾ. ഈ ബന്ധം ചിലതിനെ കണ്ണിന് കാണത്തക്കവണ്ണം അടയാളമാക്കാൻ പോകുകയാണ്. പ്രവാചകന വീരപ്രവർത്തികൾ ഉണ്ടാകുന്ന ദൈവപദ്ധതിയുടെ ബന്ധങ്ങൾ തുറക്കുകയാണ്. ഇത് തിരിച്ചു പട്ടണത്തിലും വീടിനകത്തും വലിയ ബ്യൂട്ടിഫുള്ള് വെളിപ്പെടുത്തുന്ന ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ചില വീടിനകത്ത് ഭയങ്കര ദൈവ സന്ദർശനം ഉണ്ടാകുകയാ. ഹല്ലേലൂയ. ആദ്യജാതനും ഏകജാതനും നഷ്ടമായതൊക്കെ തിരികെ വരാൻ പോകുകയാ. ഒന്ന് പറഞ്ഞാട്ടെ, ആദ്യജാതനും ഏകജാതനും നഷ്ടമായതൊക്കെ തിരികെ വരാൻ പോകുകയാ. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ വരാൻ പോകുകയാ. നഷ്ടങ്ങളുടെ മുമ്പിൽ തിരികെ വരാൻ പോകുകയാ. കർത്താവിനോട് ആഴത്തിൽ അങ്ങനെ തന്നെ ഇടപെടുന്നു. നിന്റെ എന്ത് നഷ്ടപ്പെട്ടു പോയോ? നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയോ? നിന്റെ വേദന അറിയുന്നൊരു ആദ്യജാതൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങിയിരിക്കുകയാ. ഹോ റബ്ബ ശാന്തലബെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിസിക്കലി ഒരു ഡെത്ത് സംഭവിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നയീൻ എന്ന പട്ടണത്തിനകത്ത് ഫിസിക്കലി ഒരു ഡെത്ത് സംഭവിച്ചു. അവരെ സംബന്ധിച്ച് ഇനി ചിരിക്കാൻ ഒരു വകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരൊറ്റ ഇമോഷനേ ഉള്ളൂ, കരയുക. ഹല്ലേലൂയ. ഒരു വലിയ കരച്ചിൽ അവിടെ നിന്ന് കേൾക്കുകയാ. ഹല്ലേലൂയ. ഫിസിക്കലി ഡെത്തിന്റെ മുമ്പിൽ, ഫിസിക്കലി സംഭവിക്കുന്നതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഹല്ലേലൂയ ഇനി ഒന്നുമില്ല. ഹല്ലേലൂയ. അവരെ സംബന്ധിച്ച് പട്ടണത്തിനകത്തു നിന്ന് പട്ടണത്തിന്റെ പുറത്തേക്കുള്ളൊരു യാത്രയാണ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഫിസിക്കലി ഡെത്ത് സംഭവിച്ചത് ഇനി പട്ടണത്തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചിലര് പദ്ധതിക്കകത്തുനിന്ന് പുറത്തു പോകുന്നത് ഫിസിക്കലി ചില ഡെത്തുമായി ബന്ധപ്പെട്ട. പക്ഷെ സ്വർഗം പറയുകയാ, ഹല്ലേലൂയ, നിന്റെ ഫിസിക്കലി ഡെത്തിനെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ആമേൻ മെന്റലി ഫിസിക്കലി നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഈ പ്രഭാതത്തിൽ ഒരു വലിയ സന്ദർശനമായി ഇറങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിർത്തിവെച്ച ചിലതിനെ സ്റ്റാർട്ടപ്പ് ചെയ്യുവാൻ, ഹല്ലേലൂയ, നിർത്തിവെച്ച ചിലതിനെ വീണ്ടും ആമേൻ ആമേൻ എഴുന്നേൽപ്പിക്കുവാൻ ഒരു വലിയ ദൈവപദ്ധതി. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ചില കുടുംബത്തിനു നേരെ, ചില വ്യക്തി ജീവിതങ്ങൾക്ക് നേരെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോടൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിർത്തിയത് ചിലതിനെ ആമേൻ അവിടെ നിന്ന് ഓടിക്കാൻ തക്കവണ്ണം നീ മതിയായവനാ കർത്താവേ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്തേക്ക് യേശു എൻട്രി ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആമേൻ ആമേൻ ചുമക്കുന്ന ചിലരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വേദന ചുമക്കാൻ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമേൻ വേദന ചുമക്കുന്നവരെ. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പലരും വേദന ചുമക്കാൻ മടിയ. ഹല്ലേലൂയ, ആമേൻ. അവര് ആശ്വാസം പറഞ്ഞിട്ട് അവരവിടുന്ന് സ്ഥലം വിടും. പക്ഷെ വേദന ചുമക്കുന്നവര് കുറവാണ്. ഈ പട്ടണത്തിലൊരു വലിയ പ്രത്യേകത, ആ മരിച്ചുപോയ ആമേൻ ഹല്ലേലൂയ ഏകജാതനെ ചുമക്കാൻ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആമേൻ ആദ്യജാതന്റെ പിറകെ ഹല്ലേലൂയ പിൻപറ്റി വരുന്ന ഒരു പട്ടം ചുമക്കുന്നവരോട് മുമ്പിലെത്തിയപ്പോൾ ഹല്ലേലൂയ ചുമക്കുന്നവരോട് പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമക്കുന്നവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ അവിടെ നിൽക്ക്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ മഞ്ചത്തിൽ ഒരുവൻ മരിച്ചു കിടക്കുകയാ. ആദ്യജാതനല്ല, ആമേൻ ഏകജാതന. ഹല്ലേലൂയ. ഇനി ആ അമ്മയ്ക്കൊരു പ്രതീക്ഷയില്ല. ഇനി ആ അമ്മയ്ക്കൊരു ആമേൻ ആമേൻ അടുത്തൊരു ഭാവിയില്ല. വാഗ്ദത്തങ്ങൾ പ്രതീക്ഷയില്ലാതെ കിടക്കുന്നത് എന്റെ കർത്താവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ 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 വീണ്ടും എഴുന്നേൽപ്പിക്കാൻ പോകുക. വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച, പ്രാർത്ഥനയുമായി ഇറങ്ങിത്തിരിച്ച ചിലരിതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഒന്നിലധികം പേരുണ്ട്. ഞാൻ ആരുടെ പേരെടുത്ത് വിളിച്ചു പറയുന്നില്ല. ഹല്ലേലൂയ. മാതാപിതാക്കളായി ആമേൻ ആമേൻ അവരൊരുമിച്ച് വാഗ്ദത്തങ്ങളെ പിൻപറ്റി ഹല്ലേലൂയ വളരെ ആരാധനയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇറങ്ങിയ ചിലരെ ഹല്ലേലൂയ ഇടയ്ക്ക് വെച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആമേൻ ഇല്ലായ്മ ചെയ്ത് പെട്ട പോലെ ആമേൻ എന്റെ നഷ്ടം മാത്രം ആമേൻ റിസൾട്ടായി നിൽക്കുമ്പോൾ സ്വർഗം പറയുകയാണ്, ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ആമേൻ നിന്നതൊക്കെ ചിലത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക, റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുക, റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുക. ഈ വേർഡ്
അങ്ങനെ തന്നെ പിടിച്ചോ. റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നു പോയതൊക്കെ, ഹല്ലേലൂയ, സ്റ്റോപ്പായി പോയതൊക്കെ, ഹല്ലേലൂയ, റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാ. ദൈവമായിട്ടാ ചിലതൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്തൊരു പുതിയ ജീവൻ വരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പുതിയ ജീവൻ വരാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷീല ജോയി ജോഷി, ആമേൻ, ആ മാതാവിനോട് ഹല്ലേലൂയ കർത്താവ് പറയുക, ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുക, പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുക. ഇനിയും ചിലത് വലിയത് ചെയ്യുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, പുതിയ തുടക്കങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘദൂരങ്ങളുടെ യാത്രകൾ പരിശുദ്ധാത്മാവ് സെറ്റ് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ ആ കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തോ. ജലതല്ല റഗടഗസ്തി. നീ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ തൊട്ട് ദൈവം നിന്നെ ആരംഭത്തിലോട്ട് കൊണ്ടുവരികയാ. പട്ടണങ്ങൾക്കൊരു സാക്ഷിയായി മാറാൻ പോകുകയാ. രാജ്യങ്ങൾക്കൊരു സാക്ഷിയായി മാറാൻ പോകുകയാ. ഹെവന്റെ പർപ്പസുകൾ, ഹെവന്റെ പദ്ധതികൾ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ദുരഗമന റുഗബനി ജാദരിബെ നിബറ സന്ധേരി അന്ധര പ്രഭാ ജഗനഗടഗസി. ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന ശുശ്രൂഷകരോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ, ഒരുമിച്ചൊരു ദൂത് ഞാൻ അവരുടെ മേൽ ഇടുകയാണ്. ഹല്ലേലൂയ. 2026 ഹല്ലേലൂയ മൗനതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആമേൻ പദ്ധതികളുമായി പിശാച് വരുമ്പോൾ, ആമേൻ, നിങ്ങളുടെ മുമ്പിൽ ആമേൻ ഉയർപ്പിന്റെ ദൈവ ശുശ്രൂഷകൾ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഭയങ്കര ഉയർപ്പുകൾ നഷ്ടമായി പോകുമെന്ന് പറഞ്ഞിടത്ത് നിന്റെ കരം വലിയൊരു ഉയർപ്പിന്റെ ശുശ്രൂഷയുമായി കണക്ട് ആകാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശുശ്രൂഷയുമായി, ഹല്ലേലൂയ, ചില മഞ്ചങ്ങളെ നിങ്ങൾ നിർത്താൻ പോകുകയാണ്. അഭിഷേകമുള്ള നിന്റെ കൈ ഇനി അനങ്ങാതിരിക്കത്തില്ല. ചില മഞ്ചത്തിന് നേരെ തിരിയാൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കൈ ഒന്ന് ആമേൻ, ആമേൻ, നിങ്ങളുടെ ഡിവൈസിന് നേരെ ഒന്ന് നീട്ടിപ്പിടിച്ചാട്ടെ. ഈ കൈ ഹല്ലേലൂയ അനങ്ങാതിരിക്കുന്ന സമയമല്ല, ഇനി അനങ്ങുന്ന സമയമാ, ചലിക്കുന്ന സമയമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൈക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ കൈക്ക് യുദ്ധം ജയിപ്പിച്ച കൈയുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവന്റെ വലങ്കൈ, ആമേൻ, അവന്റെ വലതുഭാഗം, ഹല്ലേലൂയ, വലയിറക്കിയ കൈയുണ്ട്. ഹല്ലേലൂയ. യുദ്ധം ജയിപ്പിച്ച കൈയുണ്ട്. ഹല്ലേലൂയ. കഴുതയുടെ താടിയല്ലേ പിടിച്ച കൈയുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഊരിപ്പിടിച്ച വാളെ കയറി പിടിച്ച കൈയുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒരു രാത്രി മൊത്തം മല്ല് പിടിച്ച ഒരു കൈയുണ്ട്. ഹല്ലേലൂയ. ആ കൈ വാഗ്ദത്തം കൊണ്ടാ പിടിവിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ, 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 ഒത്തിരി കരഞ്ഞവരുണ്ട്. പക്ഷെ ഈ പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, എന്റെ കൈ പിടിച്ചിരിക്കുന്നത് കരച്ചിലിന്റെ റിസൾട്ടും കൊണ്ട് പോകാനല്ല, വാഗ്ദത്തങ്ങൾ ചലിപ്പിക്കുന്ന റിസൾട്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ പ്രത്യേകതയുണ്ട്. ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്. അടുത്തൊരു കാഴ്ച കാണുന്നെങ്കിൽ ഞാനും എന്റെ തലമുറയും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വാഗ്ദത്തങ്ങളുടെ കാഴ്ച സെറ്റ് ചെയ്തിരിക്കുന്ന ഹെവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഞാനും വലിയ കാഴ്ചകളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണത്തിന്റെ കാഴ്ചകളെ മാറ്റി വാഗ്ദത്തങ്ങളുടെ കാഴ്ചയുമായി നിൽക്കുന്ന ഹെവനെ തുറക്കുന്നവരാ. ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ, ഞങ്ങൾ അവൻ സൂര്യന്റെ വെളിച്ചം കാണുന്നതിന് മുമ്പേ നീതി സൂര്യന്റെ കാഴ്ച കണ്ടോണ്ട് നിൽക്കുകയാ. അവൻ ഇരുള് നിറഞ്ഞിടത്ത് നീതിയുടെ കാഴ്ച, അവൻ പരാജയം നടക്കുന്നിടത്ത് നീതിയുടെ കാഴ്ച. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട് പട്ടണങ്ങൾ അറിയത്തക്കവണ്ണം നീതിയുടെ കാഴ്ചയുമായി. ഓ റബ ശംബലബബബ ഹാബബബബബ. പട്ടണത്തിൽ അടുത്തൊരു സന്ദർശനം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഗ്രേസ് എബ്രഹാം എന്ന് പറയുന്ന ആമേൻ ആ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് പട്ടണത്തിൽ അടുത്തൊരു കാഴ്ച നിങ്ങളുമായി ബന്ധപ്പെട്ട് സെറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. പട്ടണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ, പട്ടണത്തിനകത്ത് ദൈവപദ്ധതിയുടെ കാഴ്ചകൾ. ഹല്ലേലൂയ. ദൈവത്താലുള്ള ആമേൻ പുതിയത് നേടുന്ന വർഷമായി 2026 നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ദൈവത്തിന്റെ സന്ദർശനം വരികയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞില്ല. ഇനിയും ചിലത് പുതിയത് ആത്മമണ്ഡലത്തിൽ തുറക്കുകയാണ്. ഹദര പ്രഭാ ജഗനഗടഗസി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മഹത്വകരമായ ഒരു കാഴ്ച ലഭിക്കാൻ ഒത്തിരി പേര് ആശിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ, ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ ഇവിടെ കാണുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. ഈ അമ്മയ്ക്ക് ആമേൻ ഇനി ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു യാത്രയാണ് ആമേൻ ഈ അമ്മയുടെ മുമ്പിൽ. ഹല്ലേലൂയ. ഇനി ആ പട്ടണത്തിൽ എന്ത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞോ അതെല്ലാം ഈ അമ്മയുടെ മുമ്പിൽ ഇനി ബ്യൂട്ടിഫുൾ അല്ല. ഹല്ലേലൂയ. നമ്മള് കണ്ടിട്ടില്ലേ? മരിച്ചവരുടെ മുമ്പിൽ സാധാരണ എല്ലാവരും എന്താണ് ചെയ്തത്? കുറച്ച് പൂച്ചെണ്ട് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആദ്യം ഒരാളെ നമ്മൾ കാണുമ്പോഴും ആ ആൾക്ക് പ്രസന്റ് ആയിട്ട് എന്താ കൊടുക്കുന്നത്? കുറച്ച് പൂച്ചെണ്ട കൊണ്ട് കൊടുക്കുന്നേ. ഹല്ലേലൂയ. ആദ്യം മീറ്റ് ചെയ്ത് നല്ലതായിട്ട് മീറ്റ് ചെയ്തവരൊക്കെ അവർക്കൊക്കെ അറിയാം. പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചവരുണ്ട്, പൂച്ചെണ്ട് കൊടുത്ത് വിവാഹത്തിലേക്ക് കയറിയവരുണ്ട്, പൂച്ചെണ്ട് കൊടുത്ത്. പക്ഷെ മരണത്തിലും നിങ്ങൾക്ക് തരാൻ ഒന്നേ ഉള്ളൂ, ലോകത്തിന് പൂച്ചെണ്ട് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ബ്യൂട്ടിഫുൾ ആയ ഒരു കാഴ്ച തരിക. പക്ഷേ സ്വർഗം പറയും ഇതല്ല എനിക്ക് കാണേണ്ടത്. ഹല്ലേലൂയ. മരിച്ചവൻ എഴുന്നേറ്റിരിക്കുന്ന ഒരു കാഴ്ച ഈ മാതാവിനെ ഇന്ന് പകൽ കാര്യം തിരിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ ലാസ്റ്റ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് ചെയ്യാൻ പറ്റാത്ത ഒന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യജാതന് ചിലത് ചെയ്യാൻ, ഹല്ലേലൂയ, ഏകജാതന് പറ്റാത്തത് ആദ്യജാതൻ ചിലത് ചെയ്യാൻ പോകുകയാ. ചില കുടുംബത്തിനകത്ത് തകർന്നു പോയ ബന്ധങ്ങളെ റീസ്റ്റോർ ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് പറയുകയാ. ഹല്ലേലൂയ. പല രീതിയിൽ നീയുമായി ചേരാതെ വണ്ണം തകർത്ത് കളഞ്ഞ ചിലതിനെ ഹല്ലേലൂയ റീസ്റ്റോർ ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് റീസ്റ്റോർ ചെയ്യുക. വീടിനകത്ത് കയറി വന്ന കലഹത്തിന്റെ ആത്മാവിനെ ഈ ദൂതൊന്ന് മുറുകെ പിടിച്ച് ചില ഫോൺ കോളുകൾ നിനക്ക് വേണ്ടി വരാൻ പോകുക. ഈ ദൂതൊന്ന് മുറുകെ പിടിച്ച് ചില ഇതുവരെ ഇല്ലാത്ത ശബ്ദം ആ ഫോണിലൂടെ കേൾക്കാൻ പോകുക. അപരപ്രഭ ജഗനഗടകസി. ഓ പാർട്ട്ണർമാര് മാത്രമല്ല, മിണ്ടാതിരുന്ന നിന്റെ തലമുറ നിന്നെ വിളിച്ച് ശബ്ദത്തോടെ അധികാരത്തോടെ നീ കേൾക്കാനിരുന്ന വാക്കു പറയത്തക്കവണ്ണം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നൊരു കാഴ്ച, അവൻ എഴുന്നേറ്റിരിഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹേ മരിച്ചവൻ എഴുന്നേറ്റിരിഞ്ഞ് സംസാരിപ്പാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ചില സംസാരങ്ങളൊക്കെ നിന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവുമായിട്ടൊന്ന് കണക്ട് ആകാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചിലര് മിണ്ടാതിരുന്ന എന്തിനാണെന്നറിയാമോ? നിന്നോട് മിണ്ടാതിരുന്ന എന്തിനാണെന്നറിയാമോ? കർത്താവായിട്ടൊന്ന് കണക്ട് ആകാൻ വേണ്ടിയാ. ചിലര് മിണ്ടിയപ്പോ നിനക്ക് അസ്വസ്ഥത തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ കർത്താവുമായിട്ടൊന്ന് കണക്ട് ആകാൻ വേണ്ടിയാ. നീ കർത്താവുമായിട്ട് കണക്ട് ആയാൽ അസ്വസ്ഥതകളെ എല്ലാം മാറ്റുന്ന ദൈവ പദ്ധതി ഉണ്ടാകാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിനറിയാം നീ ആരോട് മിണ്ടണമെന്ന്, നീ ആരോട് സംസാരിക്കണമെന്ന്. ഹല്ലേലൂയ. അതിന് വിരോധമായി ചലിക്കുന്നതൊക്കെ ഈ പ്രഭാതത്തിൽ അവൻ അടയപ്പെടുകയാ. ദൈവമാക്കിയിരിക്കുന്ന പ്രദേശത്ത് നീ അനുഭവിക്കേണ്ട സ്നേഹം, നീ അനുഭവിക്കേണ്ട ദൈവിക നന്മകൾ, നീ അനുഭവിക്കേണ്ട ദൈവിക കരുതലുകളെ ബ്ലോക്ക് ചെയ്തത് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മുമ്പിൽ വലിയ സന്ദർശനമായി ഇറങ്ങാൻ പോകുകയാ. നിന്നെ അവൻ വിസിറ്റ് ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിനകത്ത് കയറുമ്പോൾ ഒരു സെക്കറിയാവിന്റെ അടുത്ത് ഒരു സന്ദർശനം ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. മേരിയുടെ അടുത്തൊരു സന്ദർശനം ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ കാലഘട്ടങ്ങളെ തിരിക്കുന്ന സന്ദർശനമാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഹൃദയത്തോട് നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, എന്നെ എന്റെ ദൈവം സന്ദർശിക്കുമ്പം എന്റെ രാജ്യത്തെ പോലും തൊടുന്ന രീതിയിലുള്ള സന്ദർശനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദേശത്തെ തൊടുന്നൊരു സന്ദർശനമാണ്, എന്റെ കുടുംബങ്ങളെ തൊടുന്നൊരു സന്ദർശനമാണ്, ലോകമെമ്പാടും അറിയത്തക്കവണ്ണമുള്ളൊരു സന്ദർശനത്തിന്റെ വാഗ്ദത്തം എന്റെ മുമ്പിൽ ചലിച്ചു തൊടാൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ അനേകരുടെ മുമ്പിൽ വലിയ സാക്ഷ്യമാകുന്ന വിടുതലായി മാറാൻ പോകുകയാ. അത് അനേകർക്ക് നിലനിൽക്കുന്ന സാക്ഷ്യമായി മാറാൻ പോകുകയാ. സാധാരണ തൊടിയിൽ നിന്ന് നിൽക്കരുത്. ഹല്ലേലൂയ,
ആമേൻ സാധാരണ സ്പർശനത്തിനോ ചെറിയ സുഖത്തിനോ ഹല്ലേലൂയ ചെറിയ ആമേൻ ഒരു റിലാക്സേഷനോ അല്ല എന്റെ പ്രാർത്ഥന. ആമേൻ നീ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അസാധാരണ ദൈവപ്രവൃത്തിക്ക് വേണ്ടി റെഡി ആയിക്കോ. ഹല്ലേലൂയ നീ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മിണ്ടാത്ത ചിലത് മിണ്ടാൻ തുടങ്ങണം. ഹല്ലേലൂയ മരിച്ച ചിലത് ആമേൻ പട്ടണത്തിൽ എഴുന്നേക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ ആമേൻ യഫതയാക്കാൻ തക്കവണ്ണം കഴിവുള്ള അതരത്തെ പൂട്ടിവെച്ചത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, യഫതയാക്കാൻ കഴിവുള്ളത്, മാറയെ മധുരമാക്കാൻ കഴിവുള്ളതിനെ പൂട്ടിവെച്ചത് ഈ പ്രഭാതത്തിൽ അഭിഷക്തന്മാരുടെ മേൽ, അഭിഷക്തകളുടെ മേൽ അത് ഇന്ന് പകൽ ഓപ്പൺ ആകുകയാ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഓപ്പൺ ചെയ്യുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറബ ശകബദന വൈഡബന സെന്തുരിയന്ത രാംശേഖേരിയന്ത രാധനാദന അടഗജഗദന റുബിലിഗദല ഘടകബന. ചിലരുടെ പേരിന്റെ മേലുള്ള വിഷയങ്ങൾ അഴിഞ്ഞു മാറുന്നത് കർത്താവിനെ കാണിക്കുന്നു. പേരുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ചിലത് ആമേൻ ഒഫീഷ്യൽ പേരുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ കയറ്റിയത് ഹല്ലേലൂയ അഴിഞ്ഞു മാറുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിന്റെ മുമ്പിൽ അതെല്ലാം അഴിക്കുകയാ. നിയമങ്ങൾ നിന്റെ മുമ്പിൽ അഴിഞ്ഞു മാറുക. നിനക്ക് വേണ്ടി അനുകൂലമായ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുക. ഹല്ലേലൂയ ചില സ്പെല്ലിങ്ങുകളെ കർത്താവ് തിരുത്തുന്നു. ദൂതൻ ഇറങ്ങി തിരുത്തുന്നു. ഹല്ലേലൂയ യാക്കോബിന്റെ മുമ്പിൽ ആമേൻ പറയുക, ഞാൻ നിന്നെ ഇസ്രായേലാക്കി മാറ്റും, നിന്റെ പേര് ഞാൻ അങ്ങ് മാറ്റും. ഹല്ലേലൂയ ഈ നെയ്മിനകത്ത് ഭയങ്കര കാര്യമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ ആമേൻ ചിലര് ആമേൻ ഞാൻ ഈ ഒത്തിരി പ്രശ്നത്തിനകത്ത് പോയ ചിലരുടെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ചിലരുടെ പ്രശ്നം എല്ലാം ഓക്കെയാ, പക്ഷെ പാസ്പോർട്ടും കാര്യങ്ങളും ആമേൻ പേപ്പർ വർക്കും വരുമ്പോ പേരിനകത്ത് ഒരു അക്ഷരം മാറിപ്പോയി. ഭയങ്കര പ്രശ്നമാണ്. അല്ലല്ലേ ഒരു അക്ഷരം മാറിപ്പോകുന്നതിനകത്ത് അവരുടെ യാത്രകൾ ബ്ലോക്ക് ആവും, അവരുടെ നന്മകൾ അടഞ്ഞു കിടക്കും. അല്ലേ ഭയങ്കര പ്രശ്നത്തിനകത്ത് പോകും. പക്ഷേ യാബോക്കിന്റെ തീരത്ത് ആമേൻ കടന്ന് മല്ലടിക്കുമ്പോ യാക്കോബിനോട് പറയാം, ഞാൻ നിന്നെ ഇസ്രായേലാക്കി മാറ്റും. അല്ലേ ഒരൊറ്റ പേര് മൊത്തത്തിൽ അങ്ങ് തിരിക്കുക. ഹല്ലേലൂയ ഒറ്റ പേര് മരണത്തെ മാറ്റുന്നു, അനുഗ്രഹം കൊണ്ടുവരുന്നു. ആമേൻ വർദ്ധിപ്പിക്കുന്നു, രാജ്യമാക്കുന്നു. ആമേൻ തലമുറകളുടെ മേൽ ദൈവം ഇറങ്ങി സാക്ഷ്യമായി നിൽക്കുന്നു. ഒരൊറ്റ പേര്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില പേരുകളെ ആമേൻ നിന്ദിക്കാനും ആമേൻ തകർക്കാനുമായിട്ട് പ്ലാൻ ചെയ്തെടുത്ത് ഈ പ്രഭാതത്തിൽ നിന്റെ പേരിനെ ദൈവം ഉയർത്താൻ പോകുകയാ. ഹല്ലേലൂയ നീ പിടിച്ചത് അസാധാരണ ഏറിയകളിലാ. ആമേൻ സൂര്യന് കഴിയാത്തത്, ചന്ദ്രന് കഴിയാത്തത് നിന്റെ പേരിനകത്ത് ആമേൻ അധികാരം തന്ന് ഹല്ലേലൂയ അനോയിന്റിംഗ് ചെയ്ത് ഈ പേര് കേൾക്കുന്നിടത്ത് അധികാരികൾക്ക് വില തരുന്ന രീതിയിൽ ദൈവവത്വത അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ 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 ആമേൻ നിന്റെ പേരിനകത്ത് ഒരു അഭിഷേകം വീഴാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ പേര് എവിടെ അവർ ഉപയോഗിക്കുന്നു അവിടെ ഒരു അഭിഷേകം വീഴണം. ബിജു ജോൺ എന്ന അച്ചായനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, വലിയ അഭിഷേകം ആ പേരിനകത്ത് ഇറങ്ങാൻ പോകുക. ആ പേര് കേൾക്കുമ്പോ ചിലത് ഇരുട്ടുകൾ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. ഘടനകൾക്ക് പോലും വ്യത്യാസം വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാണ്. ജീവനില്ലാതെ കടന്നതിനെ, ചലിക്കാതെ കടന്നതിനെ ഒരു വലിയ സിസ്റ്റം മാറ്റാൻ വേണ്ടി ദൈവം ആ മനുഷ്യനെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ചില സിസ്റ്റങ്ങൾ സൂപ്പർ നാച്ചുറൽ സിസ്റ്റത്തിലോട്ട് ആമേൻ കയറാൻ പോകുകയാണ്. ആമേൻ കാല് വെക്കുന്നിടത്ത് സിസ്റ്റം ചേഞ്ച് ആകാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല ഈ ഡിവൈസിനകത്ത് അങ്ങനെ ഒരാളുണ്ടോ. ആന്റണി എന്നൊരു പേരെന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ആന്റണി എന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ടത് ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ടോ ഹല്ലേലൂയ മെസ്സേജ് ആയിട്ടോ ഇട്ടാട്ടെ. ഹല്ലേലൂയ ആന്റണി എന്നൊരു പേര്. സിസ്റ്റം ചേഞ്ച് ആകുക. അധികാരമുള്ള ദൈവപ്രവൃത്തി വരുമ്പോൾ ചലിക്കാതിരുന്ന ചില സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുവാൻ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പട്ടണത്തിനകത്ത് ഒരു വലിയ സിസ്റ്റം ഉണ്ടായിരുന്നു. ആമേൻ മരിച്ചതിനെയും ആമേൻ തകർന്നതിനെ ഒന്നും പട്ടണത്തിൽ ഇടത്തില്ല, പട്ടണത്തിന് വെളിയിൽ കൊണ്ടായിടുന്നത്. ഹല്ലേലൂയ പട്ടണത്തിന്റെ വെളിയിൽ കൊണ്ടിടുന്നത് എന്തറിയോ? ഈ പട്ടണത്തിനകത്ത് എപ്പോഴും ലൈവ് ആയിരിക്കണം, സന്തോഷം നിറഞ്ഞതായിരിക്കണം. ഹല്ലേലൂയ ആരെങ്കിലും മരിച്ചതായി വരുന്നെങ്കിൽ ഈ പട്ടണത്തിന്റെ വാതിൽ കഴിഞ്ഞാൽ അവന്റെ സിറ്റുവേഷൻ മാറണം. ഹല്ലേലൂയ അതാണ് നയീൻ എന്ന പട്ടണത്തിന്റെ ചരിത്രം.
പക്ഷെ യേശു ചെല്ലുമ്പോഴൊരു കാഴ്ച കാണുന്നത് എങ്ങനെയാണ്? മരിച്ചതിനെ ചുമന്നുകൊണ്ട് വരിക. അതും ഹല്ലേലൂയ പ്രതീക്ഷ മൊത്തം മറ്റ രീതിയിൽ. ഹല്ലേലൂയ ഇനി ഈ അമ്മയ്ക്ക് ആമേൻ ഈ പട്ടണത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ആമേൻ ദേശത്ത് നിന്നെ നിർത്താതെ വണ്ണം വാദിച്ച ചിലത്, ദേശത്ത് നിന്നെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു വാദിച്ച ചിലത്, ആമേൻ പറഞ്ഞാട്ടെ ഞാൻ ഈ ദേശത്ത് തന്നെ നിൽക്കും. ആമേൻ ഹല്ലേലൂയ ഞാൻ എന്റെ ഏകജാതനും എന്റെ ആദ്യജാതനും എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഈ ദേശത്ത് തന്നെ നിൽക്കും. ഹല്ലേലൂയ ചില വസ്തുവുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ക്രയവിക്രയം നടത്തുവാൻ ബാധിച്ചു നിൽക്കുന്നത്, നിന്നെ ഇവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു വാദിക്കുന്നത്, ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നീ പട്ടണത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. നീ വേറെങ്ങും പോകത്തില്ല. ഈ പട്ടണം ഹല്ലേലൂയ ആമേൻ രൂത്ത് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇത് എന്റേതാണ്. ഹല്ലേലൂയ ഞാൻ പോകത്തില്ല. എന്റെ ജനമാണിത്. ഹല്ലേലൂയ ഞാൻ മരിക്കാനല്ല നിൽക്കുന്നത്, ഞാൻ ജീവിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ ഇന്ന് പകൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ഒന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. ആ മണ്ണും ആ വീടും ഒക്കെ ദൈവം എനിക്ക് തന്നതാ. അത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ചില കുരുക്കുകൾ കൊണ്ടിടാനും ടെൻഷൻ അടിപ്പിക്കാനും പിശാച് ഒരുക്കിക്കൊണ്ട് വന്നത് ഹല്ലേലൂയ എൽസി ജോൺ എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന മാതാവിനോട് കർത്താവ് പറയുക, നിന്റേത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഒരു ശത്രുവിനും ഹല്ലേലൂയ അപകരിക്കാൻ കഴിയത്തില്ല. ഹെവന്റെ പർപ്പസിലുള്ളത് നിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ ചില പ്ലാനുമായി നിൽക്കുന്ന ശത്രുവിന്റെ പ്ലാനുകളെ ഇന്ന് പകൽ ഹെവൻ അങ്ങ് കയറി ബ്ലോക്ക് ചെയ്യുക. സമ്മതിക്കത്തില്ല. പറഞ്ഞാട്ടെ ദൈവം സമ്മതിക്കത്തില്ല. എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ അവൻ അറിയാത്തത് എന്റെ ജീവിതത്തിൽ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ഹിതമില്ലാത്ത പ്ലാനിങ്ങുമായി വന്നതിനെയൊക്കെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. അർദ്ധബാനി പ്രഭാ ജഗന ഇന്ന് പകൽ ഡീൽ ചെയ്യുന്ന ചില ദൂതന്മാർ ചിലരുടെ വീടിനകത്ത് ഇറങ്ങി നിൽക്കുകയാ. ഡീൽ ചെയ്യുന്നത് നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത് ഹെവന്റെ ദൂതന്മാരിറങ്ങി ഡീൽ ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ നിന്റെ കഴിവിനപ്പുറത്തേക്ക് അവര് കയറി ഡീൽ ചെയ്യാൻ പോകുകയാ. നിന്റെ പൊസിഷനും നിന്റെ അധികാരത്തിനും നിന്നെ നിശ്ചലമാക്കിയെടുത്ത് ദൂതനിറങ്ങി അടുത്ത വഴിതിരിക്കാൻ പോകുകയാ. ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ യേശു എന്റെ കൂടെയുണ്ട്. ആമേൻ അവിടുത്തെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. എനിക്ക് ഇത് മതി. ഹല്ലേലൂയ മോശ പറയുന്ന ഒരു പറച്ചിൽ ഇതാണ്. ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരണം. ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോന്നാൽ ഹല്ലേലൂയ എന്റെ ശബ്ദമോ എന്റെ പൊക്കമോ എന്റെ കഴിവോ ഹല്ലേലൂയ ഒരിക്കൽ കഴിവിനകത്ത് ആമേൻ ഉറപ്പിച്ച മോശ ഹല്ലേലൂയ ഓരോരുത്തരെ അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. ഹല്ലേലൂയ സ്വർഗം പറഞ്ഞു ഈ കഴിവല്ല എനിക്ക് വേണ്ടുന്നത്. ഹല്ലേലൂയ നിന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ നിന്റെ കഴിവല്ല വേണ്ടത്. ഹല്ലേലൂയ നിന്റെ ധൈര്യമോ നിന്റെ പൊക്കമോ നിന്റെ ശരീരത്തിനോ കഴിയാത്തതൊന്ന് ഫറവോന്റെ മുമ്പിൽ ഞാൻ ആരാന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നിന്നെ കണ്ടേക്കുന്നത്. ഹല്ലേലൂയ നീ ആരാന്നല്ല തെളിയിക്കേണ്ടത്, ദൈവം ആരാന്ന് തെളിയിക്കാൻ പോകുകയാ. ഹല്ലേലൂയ നീ ആരാന്ന് തെളിയിച്ചാൽ നീ തോറ്റുപോകും. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹല്ലേലൂയ ചില ശക്തികളോടാ നീ വെല്ലുവിളിക്കുന്നത്. അവിടെ നീ ആരാന്നല്ല തെളിയിക്കാൻ പോകുന്നത്, നിന്റെ ദൈവം ആരാന്ന്. ഹല്ലേലൂയ ഇസ്രായേലിന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ പോകുകയാ. പേര് പറഞ്ഞാട്ടെ. ഞാൻ എന്റെ പേര് പറയും സാൻസിന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ പോകുകയാ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ നിങ്ങളുടെ പേര് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ പോകുകയാ. ഹല്ലേലൂയ സൂസന ആന്റി പറഞ്ഞാട്ടെ. നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞാട്ടെ എന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ പോകുകയാ. ഹല്ലേലൂയ എന്റെ ദൈവം ആരാന്ന് ചില മിദ്യാന്യ ശക്തികളുടെ മുമ്പിൽ ഫറവോന്റെ അധികാരങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ എന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ എന്റെ ദൈവം ആരാണെന്ന് രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, സർവശക്തനാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്. ഹല്ലേലൂയ നിന്റെ പ്രമോഷനെ തടഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് പറഞ്ഞാട്ട് എന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ വേണ്ടി അത് തടഞ്ഞത്. ഹല്ലേലൂയ നിന്റെ വളർച്ചയെ തടഞ്ഞു വെച്ചിടത്ത് പറഞ്ഞാട്ട് ഹല്ലേലൂയ എന്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ വേണ്ടിയാ. എനിക്ക് വിരോധമായ അഭിപ്രായങ്ങളും എനിക്ക് വിരോധമായ സന്ദേശങ്ങളും കൂടി ആലോചനകളും കൂട്ടുകാരും വിലപിക്കുന്നവരും
ആമേൻ കൂട്ടത്തിൽ കൂടുന്നുണ്ടെങ്കിൽ വിചാരിച്ചോ എന്റെ ദൈവം ആരാന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ഒത്തിരി ഒത്തിരി പ്രശ്നം വരുമ്പോ ഓർത്തോണം, ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നം വരുമ്പോ ഓർത്തോണം, ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധി കയറുമ്പോൾ ഓർത്തോണം, ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവചലനം ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മരണത്തെ മാറ്റുവാൻ ഹല്ലേലൂയ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെ, ബാല്യക്കാരൻ എഴുന്നേറ്റു. ആമേൻ. ഹല്ലേലൂയ. ബാല്യക്കാരൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. അവൻ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷവും ആമേൻ നിങ്ങളുടെ നാവിനകത്ത് ഹല്ലേലൂയ ഈ വചനം ഉറപ്പിച്ച് പറഞ്ഞോണം, എന്റെ ദൈവം എന്നെ സന്ദർശിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഇതായിരിക്കണം വീടിനകത്തുള്ള സംസാരം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നോട് നിശ്ചയമായും എന്നോട് സംസാരിക്കും. എന്റെ ദൈവം എന്നോട് നിശ്ചയമായി എന്നോട് ഇടപെട്ടിരിക്കുകയാ. ഞാൻ ആ വാക്കുകളിൽ ഉറച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഈ നെഗറ്റീവുകൾ വീടിനകത്ത് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് പറയും. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ഈ നെഗറ്റീവിനകത്ത് നിർത്താൻ നെഗറ്റീവുകൾ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ നീ പോസിറ്റീവായിട്ട് പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്ന് ആമേൻ പരിശുദ്ധാത്മാവ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ട്, ജോയിന്റുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ആമേൻ പെയിൻ അനുഭവിക്കുന്ന ചിലരെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ കരം തൊടുകയാ. ഒത്തിരി ചികിത്സകൾ ശ്രമിച്ചിട്ട് ആമേൻ അതിനൊന്നും ആമേൻ ഒരാഴ്ചയല്ല 2 ആഴ്ച നിനക്കൊരു ആശ്വാസം കിട്ടും. വീണ്ടും നീ അതിനകത്തും ആമേൻ വീണ്ടും അതേ അല്ല പെയിൻ അനുഭവിക്കുന്ന ചിലരെ കർത്താനല്ല അല്ല ഒരു ദൈവപദ്ധതിയിലേക്ക് ഈ ശരീരം ചലിക്കേണ്ടതാണ്. ഒരു ദൈവപദ്ധതിയിലേക്ക് നിന്നെ മൂവ് ചെയ്യിക്കേണ്ടതാണ്. നിന്റെ മൂവ്മെന്റ്സിനെ ഹല്ലേലൂയ ബ്രേക്ക് ചെയ്ത് കളഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ മൂവ്മെന്റ്സിനെ, യാത്രകളെ ബന്ധിച്ചത്, നിന്റെ ചലനങ്ങളെ ബന്ധിച്ചത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹൃദയം തുറന്ന് പറഞ്ഞാട്. ഹൃദയം തുറന്ന് പറഞ്ഞ ഞാൻ ചലിക്കാൻ പോകുകയാണ്. എന്റെ ചലനത്തെ നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അവിടുത്തെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോഴവരുടെ മുമ്പിൽ അസ്ഥിയുമായി ബന്ധപ്പെട്ട വെയിനുകളെ യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ഹീലിംഗ് പവർ ഇപ്പോഴവരുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ കാലാവസ്ഥയും അവർക്ക് അനുയോജ്യമായി മാറട്ടെ കർത്താവേ. തണുപ്പ് വന്നാലും ചൂട് വന്നാലും ഫിസിക്കലി മെന്റലി ഇന്ന് പകൽ യേശുവിന്റെ സൗഖ്യം അവരുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ മാറാത്തതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥന? ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഒത്തിരി നീണ്ട സബ്ജക്റ്റിലോട്ടൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ആമേൻ പ്രാർത്ഥിക്കുന്നവരെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രാർത്ഥനയ്ക്കകത്തെ ഒരു വലിയൊരു ആമേൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പ്രാർത്ഥന സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്യുന്നവനും വിടുതല, അതിനകത്ത് വന്ന് കയറുന്നവനും വിടുതല. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ കുടുംബത്തോടും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയും, എനിക്ക് അവരെ അറിയത്തില്ല, യാതൊരു പരിചയമില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഒരു പരിചയമില്ല. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നത് ഈ പ്രാർത്ഥന അവരുടെ ലൈഫിനകത്ത് ഭയങ്കര വിടുതലുണ്ടാകാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന അവരുടെ മുമ്പിൽ ഒരു വലിയ ചലനം ഉണ്ടാകാൻ പോകുകയാ. ആമേൻ ഹല്ലേലൂയ. ദൈവത്താൽ പുതിയ തുടക്കങ്ങൾ ആമേൻ 2026 അവരുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുകയാ. ആത്മാരിഷ്മരേദിനി അംബ്രഭ ജഗനഘടക ആമേൻ 7 വർഷമായി ആമേൻ ലഭിക്കാതിരുന്ന ചിലതൊക്കെ പരിശുദ്ധാത്മാവ് അവരുടെ കയ്യിൽ തുറന്നു കൊടുക്കാൻ പോകുകയാണ്. ഈ വരുന്ന വർഷം അവരുടെ മുമ്പിൽ ആനന്ദം കൊണ്ടുവരുന്ന വർഷമായി തീരാൻ പോകുകയാണ്. ലെവലുകൾ തിരിയാൻ പോകുകയാണ്. കേരളത്തിൽ അവരുടെ മുമ്പിൽ അധികാരമുള്ള ദൈവ പദ്ധതികൾ ആമേൻ കേരളത്തിൽ അവർക്ക് ആമേൻ ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണമുള്ള ദൈവിക പദ്ധതികൾ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് വരുന്നത് കർത്താവിനെ കാണിക്കുന്നു. നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ആമേൻ ആമേൻ ദൈവിക ചലനങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നു. ശേഖേരി അന്ധര പ്രഭാ ജഗനഘടക സ്യാന്ധരാധന വിട്ടുപോകുമെന്ന് പറഞ്ഞതൊക്കെ വീണ്ടും തിരികെ വന്ന് കയറുന്ന ദൈവ പദ്ധതികൾ, അതിനുള്ള വലിയ സാക്ഷ്യം
ലക്ഷ്യങ്ങളുമായി എഴുന്നേറ്റ് നിൽക്കുന്ന പ്രഭാതത്തിന്റെ പ്രാർത്ഥനകൾ, ഉള്ളിന്റെ ഞെരുക്കങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, മാറുന്ന ഒരു സീസണിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകാൻ പോകുകയാണ്. ഷകേരിയാന്തരാപന, റസ്മേരിയാന്തരാജനാദന, ഹൽമശ്മേരിയാന്തരാധന, കൽമരെ സിയാർ തുരിബിബി രിഗജന. വാഹനവുമായി ബന്ധപ്പെട്ട് ആമേൻ ദൈവം ഒരു ചേഞ്ചിങ് സംഭവിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് കുടുംബത്തോട് ദൂതറിയിക്കുകയാണ്. ആസ്പേരിയ പ്രവാചന, ഇത് ദൈവപദ്ധതിയുടെ ചലനമാണ്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഈ ഏത് കാര്യം നമ്മുടെ ലൈഫിലോട്ട്, ആമേൻ, എന്ത് തന്നെയാണെങ്കിലും, ആമേൻ, നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ദൈവം കൊണ്ടുവരുന്നെങ്കിൽ അത് വലിയ ദൈവപദ്ധതിയുടെ സൈനികൾ നമ്മുടെ മുമ്പിൽ നിലനിർത്തുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഈ പട്ടണത്തിൽ മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യേശു, ആമേൻ, ഈ പട്ടണത്തിലോട്ട് വന്നു കയറിയപ്പോ കാണുന്നൊരു വാഹനം മഞ്ചം. ഹല്ലേലൂയ. സാധാരണ ഒരു വീട്ടിൽ, ആമേൻ, ഞാനൊരു വീട്ടിൽ ചെന്നപ്പം, ആമേൻ, അവരിങ്ങനെ അവരുടെ എരുത്തിന്റെ അവിടെ ഒരു പെട്ടി പോലെ സാധനം ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്നതാ ഈ സാധനം? അപ്പൊ പറഞ്ഞു, പണ്ടത്തെ രാജാവിനെ ചുമക്കുന്നതാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറഞ്ഞു, ഇതിപ്പം ഇത് കോടികൾ ഇപ്പൊ വിലയൊക്കെ പറയും, പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ഇതിപ്പോ എടുത്ത് ഇവിടെ എരുത്തിനകത്ത് വെച്ചേക്കുക. ആമേൻ. ഇതേ സാധനം ഞാൻ ആമേൻ, മ്യൂസിയത്തിൽ ചെന്നപ്പോ പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കുക, ഞങ്ങളുടെ രാജാക്കന്മാരെ കൊണ്ടുപോയതാണെന്ന്. ഹല്ലേലൂയ, ആമേൻ. പക്ഷെ അവിടെ മ്യൂസിയത്തിൽ നമ്മൾ കാശ് കൊടുത്ത് വേണം കയറി കണ്ട്, ആമേൻ, ഇത് ആസ്വദിച്ചു പോകാൻ. ഒരു മനുഷ്യർക്ക് തൊടാൻ പറ്റത്തില്ല, ഒരു വർഷമൊക്കെ ഇനി ആർക്കും അതിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിരിക്കുക. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്താണെന്നറിയാമോ? ഇനി ആ മഞ്ച അവിടെ ചലിക്കത്തില്ല. ഹല്ലേലൂയ, അവിടെ പ്രഷ്യസാ. ആമേൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ആമേൻ, എരുത്തിലി മഞ്ചം കിടക്കുന്ന വീട്ടില്, ആമേൻ, അവരുടെ കാർ പോർച്ച് വേറെ സാധനം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവര് പറഞ്ഞ്, ഹല്ലേലൂയ, ഈ സാധനം ഞങ്ങൾക്ക് ഇനിയും, ആമേൻ, ഇത് എരുത്തിലും മറ്റേത് കാർ പോർച്ചിൽ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ളത് വന്ന് കിടക്കുക. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഇത് വലിയ താല്പര്യമൊന്നുമില്ല. ഹല്ലേലൂയ, ഇതിനെ ഞങ്ങൾ കളഞ്ഞേക്കാം. പക്ഷെ ചിലർ ഇത് പ്രഷ്യസ് ആക്കി വെച്ചേക്കാം. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ചിലത് മഞ്ചം പോലുള്ള പാരമ്പര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടിച്ചു കളയാൻ പോകുകയാ. ഹല്ലേലൂയ, ആമേൻ. ചിലത് വലിയ വിനയാ, ആമേൻ, അറിയത്തില്ല, മഞ്ചം പോലെ എടുത്തു വെച്ചേക്കുക. ഹല്ലേലൂയ, ഇത് ഞങ്ങളുടേത്. ആമേൻ, അതൊക്കെ ഒന്ന് അതൊന്ന് കളഞ്ഞാട്ടെ. ചിലത് കളയാൻ ഭയങ്കര മടിയാ. ഹല്ലേലൂയ. എന്റെ ഒരു ഒരു വല്യമ്മച്ചിയുണ്ട്, ആ വീടിനകത്തോട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. പഴയ സാധനങ്ങൾ കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ആമേൻ. പുതിയ തൊട്ട് ആ വീട്ടിൽ ഇനിയും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പഴയത് മാറിയാലേ പുതിയത് വീടിനകത്ത് കയറത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാനിത് പറയുമ്പോൾ വിഷമം ഉണ്ടെങ്കിൽ, ആമേൻ, ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. പഴയതൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റണം, പഴയ തുണിയൊക്കെ എടുത്ത് മാറ്റിക്കോണം. ഹല്ലേലൂയ, ആമേൻ. ഇത് വലിയൊരു ഡെലിവറൻസിന്റെ കീയാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. പഴയ മേശയും പഴയ കസേരയും കളയാൻ ഇച്ചിരി അറ്റാച്ച്മെന്റ് കൂടിയ സാധനങ്ങളൊക്കെ വീടിനകത്ത് ഇരിക്കുന്നത്. പക്ഷേ, ആമേൻ, കളയാനുള്ളതൊന്ന് കളഞ്ഞോണം. അത് എന്ത് തിങ്സ് ആണെങ്കിലും കർത്താവ് പറയുന്നത്, അല്ലെ, യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്കൊരു വലിയ പ്രത്യേകത ഉണ്ട്. ആമേൻ, വർഷാവർഷം അവരുടെ വീടിനകത്ത് പഴയ സാധനങ്ങളൊക്കെ അവർ വെച്ചേക്കത്തില്ല, അതൊക്കെ എടുത്ത് മാറ്റിയേക്കും. ഹല്ലേലൂയ. അവരടുത്തത് പുതിയത്, ആമേൻ. ഇത് പഴയത് മാറ്റുമ്പോ പുതിയത് എങ്ങനെ വരും എന്നല്ല അവർ, പഴയത് മാറ്റിയ പുതിയത് ദൈവം കൊണ്ടുതരും. ഹല്ലേലൂയ, ആമേൻ. പഴയതിനകത്തേത് പഴയത് നിനക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പുതിയതിനകത്ത് പുതിയത് നിന്റെ അകത്ത് വരും. ഹല്ലേലൂയ. പുതിയതിലേക്കുള്ള ചിന്ത വരണം, പുതിയതിലേക്കുള്ള ഒരു യാത്ര വരണം, പുതിയതിലേക്കൊരു, ആമേൻ, ഒരു ആഗ്രഹം വരണം. ഇവിടെ ഒരു മഞ്ചം എന്നൊരു, ആമേൻ, വാഹനവും പൊക്കിക്കൊണ്ട്, ആമേൻ, ആമേൻ, ഏകജാതനെയും കൊണ്ട്, ആമേൻ, നയിൻ എന്ന പട്ടണത്തിലെ യാത്ര യേശു അവിടെ അങ്ങ് ബ്രേക്ക് ചെയ്തു. ഇനി ഇത് വേണ്ട. ഹല്ലേലൂയ, ഇനി ഇത് വേണ്ട, ഇവനെ ആരും ചുമക്കണ്ട. ഹല്ലേലൂയ. ഇവൻ ഈ മാതാവിനെ മാത്രമല്ല, ആമേൻ, അനേകർക്ക് സപ്പോർട്ടായി നിൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കടമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാൽ, ഞാൻ ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടമുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ, ആമേൻ, ഞാൻ ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ പോകുമെന്നുള്ളതല്ല, നീ നിന്റെ മഞ്ചോ അവിടെ നിന്നിരിക്കുക, ഈ പ്രഭാതത്തിൽ നിന്നിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. പുതിയ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുക. ഹല്ലേലൂയ. അനേകർക്ക്, ഹല്ലേലൂയ, ഇനി നിന്നെ ആരും ചുമക്കണ്ട, നീ പലരെയും, ആമേൻ, ഹെൽപ്പ് ചെയ്യാൻ പോകുക യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. നിന്റെ കമ്പനി ഹെൽപ്പിംഗ് കമ്പനിയായി മാറാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ വോയിസ് ഹെൽപ്പിംഗ് വോയിസ് ആയി മാറാൻ പോകുക. ഇതിനകത്ത് ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിർത്തിക്കളയാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന, ആമേൻ, ഒരു ഫാമിലിയെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇല്ല, നിന്റേത്, ആമേൻ, അടുത്ത പുതിയതിലേക്ക് സ്റ്റാർട്ടപ്പ് ആകാൻ പോകുക. പുതിയതിലേക്ക് ദൈവം നിന്നെ വർദ്ധിപ്പിച്ചു കയറ്റാൻ പോകുക. ഹല്ലേലൂയ. ചേർന്നൊരു സ്തോത്രം ചെയ്താട്ടെ, ചേർന്നൊരു
അഭിഷേകത്തോട് സ്തോത്രം ചെയ്താട്ടെ. പുതിയതിലേക്കൊരു യാത്രയുണ്ടാകാൻ പോകുക. ഹല്ലേലൂയ. മരിച്ചതിനെ പുതിയതാക്കി മാറ്റുന്ന ദൈവ പദ്ധതിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ, ഈ ആമേൻ ഈ പട്ടണത്തിനകത്തോട്ട് യേശു ചെല്ലുന്നതിന് മുമ്പ് ആമേൻ അടുത്തൊരു സംഭവം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതേ 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആമേൻ എന്നെ ഒരാളൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 7-ാം അധ്യായം ആമേൻ. ലൂക്കോസ്. ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപതിന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും പണിയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എനിക്കെന്ന് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെ വിശ്വാസമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ 2 സംഭവവും യഹൂദന്മാരുടെ ഇടയിലാണ്. ഒന്ന്, ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുവനെ യേശുവിന്റെ റെക്കമെൻഡേഷന്റെ മുമ്പിൽ യേശുവിന്റെ മുമ്പിൽ വന്നിരിക്കുക. ഹല്ലേലൂയ. ഭയങ്കര റെക്കമെൻഡേഷനാ. അല്ലേ? സാധാരണ ആൾക്കാരൊന്നുമല്ല, വലിയ പുള്ളികളാ റെക്കമെൻഡേഷൻ ചെയ്ത് യേശുവെ നിന്നാൽ അത് സാധിക്കും. കർത്താവ് പറയാ, ഓക്കെ, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം അത് അവിടെ ആക്ട് തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു ഭാഗത്ത് ആമേൻ ഏകജാതനായ ഒരു മകൻ ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്തത് ഒരു ശതാധിപൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും, അല്ലെ? അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പോകും. അത്രമാത്രം അധികാരമുള്ളവൻ പറയാ, എന്റെ പെരയ്ക്കകത്തോട്ട് ഹല്ലേലൂയ എന്റെ പുരയ്ക്കകത്തോട്ട് വരുവാൻ ഹല്ലേലൂയ അവിടോട്ട് ക്ഷണിക്കാൻ തക്കവണ്ണം എനിക്ക് അവൻ പറയുകയാണ്, ഞാൻ ഒരുവനോട് പറഞ്ഞാൽ അവൻ വരും, ഞാൻ ഒരുവനോട് അവൻ പോകാന്ന് പറഞ്ഞാൽ പോകും. പക്ഷെ എനിക്ക് കഴിയാത്തതൊന്ന് എന്റെ വീടിനകത്ത് നിൽക്കുക. ഹല്ലേലൂയ. എനിക്ക് ചെയ്യാൻ പറ്റാത്തതൊന്ന്. ഹല്ലേലൂയ. അപ്പൊ ഒന്നോർത്തോണം, അവന്റെ ദാസൻ എന്ന് പറയുമ്പോൾ, ഒരു ദാസൻ എന്ന് പറയുമ്പം ഹല്ലേലൂയ എല്ലാം അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനാ ദാസൻ. ഹല്ലേലൂയ. അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഒരു നന്മ കൊടുക്കാനോ, അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് ഒരു പ്രതീക്ഷ കൊടുക്കാനോ, അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് ഒരു നല്ല ആമേൻ ഒരു വിശ്വസ്തനായ ഒരു അധികാരിയായി നിൽക്കുവാനോ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ യേശുവിനോട് പറയുക, നിനക്ക് എന്റെ വാക്കിനേക്കാളും പവറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ശതാധിപനാണ്. ഹല്ലേലൂയ. 100 പേർക്ക് അധികാരമുള്ളവനാണ്. പക്ഷേ എനിക്ക് കഴിയാത്തതൊന്ന് നിനക്ക് കഴിയും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് പറഞ്ഞാട്ടെ, ആ വീടിനകത്തൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ ഇരിക്കുന്ന പ്ലേസിലിരുന്ന് പറഞ്ഞാട്ടെ, എനിക്ക് കഴിയാത്തത് എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. മറ്റാർക്കപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. പലരും പറയുക, വിശ്വാസം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവിന് വിശ്വാസം ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, തെളിയിക്കുന്നതാ. ഹല്ലേലൂയ. കർത്താവ് തെളിയിക്കുന്നതാ. ഹല്ലേലൂയ. ടെസ്റ്റിങ്ങിനകത്തുനിന്നും ടെംപ്റ്റേഷനകത്തുനിന്നും ഒക്കെ ദൈവം തെളിയിക്കുന്നതിനകത്തോട്ട് കയറാൻ പോകുകയാ. ഹല്ലേലൂയ. അതെല്ലാം നിൽക്കുക. നിന്നെ ടെസ്റ്റ് ചെയ്ത് ദൈവത്തിനറിയാം നീ ആരാണെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നിന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ദൈവം തെളിയിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഇസ്രായേലിൽ കൂടെ ഇല്ലാത്തൊരു വിശ്വാസം, വേറെ ആരിലും കണ്ടിട്ടില്ലാത്തൊരു വിശ്വാസം വീടിനകത്ത് തെളിയിക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത്
ഏറ്റെടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നീ അധികത്തിൽ പ്രാർത്ഥിക്കുന്നത് വേറെ ആർക്കും ഇല്ലാത്തൊരു വിശ്വാസം അകത്തുള്ളത് കൊണ്ടാ. നീ അധികത്തിൽ കരയുന്നത് വേറെ ആർക്കും ഇല്ലാത്തൊരു വിശ്വാസം യേശുവിനോട് നിനക്കുള്ളത് കൊണ്ടാ. അല്ല, സകലതും കൈവിട്ടു പോകുമ്പോഴും സകലതും പരാജയമായി പോകുമ്പോഴും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവിനോട് പറയുന്നു, അല്ല, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. അവസാനിച്ചു എന്ന് പറയുന്നതൊക്കെ നിന്റെ മുമ്പിൽ ഒരു തുടക്കമാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. 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 ഇതൊരു മോട്ടിവേഷൻ പ്രീച്ചിങ് അല്ല. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു ദൈവത്തിന്റെ ശബ്ദമായിട്ട് ഏറ്റെടുക്കുന്നവർക്ക് പൂർണ്ണ ജയം ഉണ്ടാകാൻ പോകുക. ഹല്ലേലൂയ. 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 നമുക്ക് മോട്ടിവേറ്റഡ് ആകാനായിട്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്ന് പ്രഭാതത്തില് എന്റെ അകത്ത് ഞാനിങ്ങനെ അല്പസമയം വർഷിപ്പുമായിട്ട് ഇരുന്ന സമയത്ത് ഒരു വർഷിപ്പ് ലീഡർ പറയുന്ന ഒരു കാര്യം, ഞാൻ വർഷിപ്പ് ലീഡർ അല്ല. ശരിയാ പുള്ളി പറഞ്ഞത്. പുള്ളി വർഷിപ്പ് ലീഡർ അല്ല. ആമേൻ. പുള്ളി വർഷിപ്പ് സ്റ്റാർട്ടർ ആണ്. ആമേൻ. ഒരു വർഷിപ്പിന് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ലീഡ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ടതേ ഉള്ളൂ, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹോളി സ്പിരിറ്റാ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാനല്ല, എന്നിൽ യേശു അത്രേ. ഹലോ, എത്ര പേർക്ക് ഇതിനകത്ത് പറയാൻ പറ്റും? ഞാനല്ല, എന്നിൽ യേശു അത്രേ. ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഹല്ലേലൂയ, ഞാനോ കുറയണം, യേശു എന്നിൽ വളരണം. ഹല്ലേലൂയ. എത്ര പേരിൽ യേശു വളർന്നു നിപ്പുണ്ട്? ഹല്ലേലൂയ. നീ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് പിന്നെ നീ വെക്കുന്നത് നീയല്ല, നിന്നിൽ യേശു അത്രേ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഈ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പം ആമേൻ ഒരു പ്രത്യേക കെയർ യൂണിറ്റ് ഉണ്ട്. അവിടെ അവരെന്ത് നിൽക്കുന്നത് അറിയോ? ആ ഹോസ്പിറ്റലിന്റെ പടി തൊട്ട് ഇനി നിങ്ങളല്ല, അവരാ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു വീൽ ചെയർ കൊണ്ടുവരും. അടുത്ത ഒരു സ്ട്രക്ചർ കൊണ്ടുവരും. നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യണ്ട, നിങ്ങളെ അങ്ങ് അവരാ കൊണ്ടുപോകുന്നത്. ഒള്ളി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബില്ലടയ്ക്കാനുള്ള പാസ്വേഡ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി എല്ലാം അവർ ചെയ്തോളും. ഹല്ലേലൂയ. അല്ലേ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത്രയും സഹായികൾ ഉണ്ടെങ്കിൽ ഹെവൻലി ഏഞ്ചൽസ് ഇന്ന് പകലിൽ നിനക്ക് കഴിയാത്തതിനെ അവൻ നിന്നെ നീ സ്മൂത്ത് ആയിട്ട് നിന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബെഡിലിരുന്ന് അല്ലെങ്കിൽ കസാരയിൽ പ്രാർത്ഥനയോട് ഇരിക്കുന്നവരോട് കർത്താവ് പറയുക, അടുത്ത മണിക്കൂറുകൾ സ്മൂത്തായിട്ട് നിന്നെ കൊണ്ടുപോകുന്ന ഏഞ്ചൽസ് ഇറങ്ങി നിൽക്കുകയാ. ഹല്ലേലൂയ. 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 അധികാരങ്ങൾക്ക് കഴിയാത്തത്, അധികാരങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ദൈവപദ്ധതികൾ ഉണ്ടാകാൻ പോകുകയാ. റസ്ബേരിയ പ്രവാചകന് ഇസ്രായേലിനെ നടക്കുന്ന ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൈവശബ്ദം. അതുകൊണ്ടാണ് 16-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും ഭയം പിടിച്ചു. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, നീ മൂലം എല്ലാവർക്കും ഭയം പിടിക്കാൻ പോകുക. നീ കേൾക്കുന്ന ദൈവശബ്ദം പലരെ ഭയപ്പെടുത്തുന്ന ദൈവശബ്ദമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകനായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാ. അത് വീട്ടിനകത്തും പുറത്തും ജോലി സ്ഥലത്തും നീ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. 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 ആരും സംസാരിക്കാത്ത സമയത്ത് സംസാരിക്കാൻ നീ റെഡിയായോ? നിനക്ക് വേണ്ടി ദൈവം കയറി സംസാരിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എല്ലാവരും പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തോട് സംസാരിക്കണമെന്നും ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നും ആഗ്രഹത്തോടെ ഹല്ലേലൂയ മറ്റു പല പരിപാടികളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല പരിപാടികളും മാറ്റിവെച്ചിട്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്തിയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ദൈവപദ്ധതികളുടെ സമയങ്ങൾ ദൈവം നിനക്ക് മുമ്പിൽ തുറക്കാൻ പോകുക. ഇനി നിനക്ക് വേണ്ടി അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശസ് അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ സംസാരിച്ച സംഭവം വഷളാകും. കർത്താവേ, നീ സംസാരിക്കണം. ഹല്ലേലൂയ. ഞാൻ പോയാൽ സംഭവം വഷളാകും. എനിക്ക് മുമ്പായി നിന്റെ സാന്നിധ്യം അയക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. അന്നല്ല നടന്നത്. അന്ന് നടന്നതുപോലെ ഇനി നടക്കത്തില്ലെന്നല്ല. ഹല്ലേലൂയ. ഇന്ന് അതിന്റെ ഇരട്ടി സംഭവിക്കാൻ പോകുക. പലപ്പോഴും ഞാൻ വലിയ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ ആരോ, നമ്മളെ പോലെ ഇരിക്കുന്ന ആരോ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, പാസ്റ്ററിനെ എവിടെയോ കണ്ട് നല്ല പരിചയം. ഹല്ലേലൂയ. എനിക്കറിയാം, നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ ദൈവദൂതന്മാർ അവിടെ ചെന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ട് പരിചയമല്ല, അവൻ കണ്ടതാ. ഹല്ലേലൂയ. പക്ഷെ അവന്റെ ബുദ്ധിക്കകത്ത് നിൽക്കുന്നില്ല. നിന്നെ അതിനു മുമ്പേ കണ്ടതാ. നിന്റെ കൂടെ നിൽക്കുന്ന ഏഞ്ചൽ അതിനു മുമ്പേ അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. ഹല്ലേലൂയ. അസൈൻ ചെയ്ത ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പരിചയമില്ലാത്ത
മേഖലകളിൽ ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പരിചയമുള്ളവരെ പോലെ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. കാരണം എന്താ പറയുക, അവർ കഴിഞ്ഞ രാത്രികളിലോ കഴിഞ്ഞ ഏതോ നിമിഷത്തിൽ നിന്റെ കൂടെയുള്ള ഏഞ്ചൽ അവരുമായി ആമേൻ കണക്ട് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുമായി അവരുടെ മുമ്പിൽ ആ കാഴ്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഫറവോനെ നിനക്കറിയത്തില്ല ഈ മോശ ആരാണെന്ന്. ഹല്ലേലൂയ. നീ കൊല്ലാൻ ആമേൻ വാളെടുത്ത സമയത്ത്, നൈലിൽ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ അവനെ വളർത്തിയതാ. ഹല്ലേലൂയ. നീ കൊല്ലുമെന്ന് പറഞ്ഞിടത്ത് ഞാൻ അവനെ ജനിപ്പിച്ചതാ. ആമേൻ. ഹല്ലേലൂയ. നീ ആമേൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് അതേ കൊട്ടാരത്തിൽ വളർത്തിയവനാ മോശ. ഹല്ലേലൂയ. നീ അവനോട് മത്സരിക്കുന്നതിലും ഭയങ്കരം അവനെ ജനിപ്പിച്ച ദൈവത്തോട് മത്സരിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി നിന്റെ ദൈവം ഇറങ്ങാൻ പോകുക. നിനക്ക് വേണ്ടി നിന്റെ ദൈവം ഇറങ്ങാൻ പോകുക. സാൻ എന്ന് പറയുന്ന ആമേൻ ഡിവൈസിലിരിക്കുന്ന ആമേൻ ആമേൻ ദൈവപുരുഷനോട് ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ചില മേഖലകളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. ദൈവത്തിന്റെ കരം കാണാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഞാനല്ല, എന്നിൽ യേശു അത്രേ. ഹല്ലേലൂയ. എനിക്ക് ചെയ്യാൻ പരിധിയുണ്ട്, പക്ഷെ യേശുവിനൊരു പരിധിയില്ല. ഹല്ലേലൂയ. ഭയങ്കര ദൈവപ്രവൃത്തിയുടെ ആമേൻ ആമേൻ ചാലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു അഭിഷേകമുള്ള അഭിഷക്തനെ പോലെ ആമേൻ, ഒരു സമൂവേലിനെ പോലെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുക. ചില മേഖലകളിൽ ചിലർക്ക് മുമ്പിൽ ഹല്ലേലൂയ വലിയൊരു പ്രവാചകനാക്കി. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. എന്ത് ദൈവശബ്ദം വായിൽ നിന്ന് വരുന്നോ അത് അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ചർച്ചിലും പ്രാർത്ഥനയ്ക്കിടയ്ക്കും മാത്രമല്ല പ്രവാചകൻ. അവൻ ഓഫീസിൽ പോകുമ്പോൾ പ്രവാചകനാ. അവൻ ബൈക്കിൽ പോകുമ്പോൾ അവന്റെ മുമ്പിൽ തൊട്ടു മുമ്പിൽ അവന്റെ ഉള്ളിൽ വരുന്നത് പ്രവചന ശബ്ദമാണ്. കാഴ്ചകൾ പ്രവചന ശബ്ദമാണ്. അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ആമേൻ. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായ ശമൂവേലിനെ പോലെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്തുന്ന തീ ആ സാൻ എന്ന് പറയുന്ന ആ ഡിവൈസിലിരിക്കുന്ന ആമേൻ വ്യക്തിയുടെ മേൽ ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ആമേൻ. ജ്വലിക്കാതിരുന്നത് ചിലത് ജ്വലിച്ചു കയറുന്നത് പോലെ അൽബശ്ശേരി പ്രവാചകനഘടകസിയാതന അടഞ്ഞു കിടന്ന ചില ഡോറുകളെ ഓപ്പൺ ചെയ്യുന്ന ഒരു തീ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് അത് തുറക്കുകയാ. ഹെവന്റെ പർപ്പസ് അവിടെ തുറക്കുകയാ. ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പുരയ്ക്കകത്തോട്ട് ആമേൻ വരാൻ ഞാൻ പോരാത്തവനാ. ഹല്ലേലൂയ. പക്ഷെ പുരയ്ക്കകത്തോട്ട് വരണ്ടേ ആമേൻ ഒരു വലിയ ക്ഷണനവും കൊണ്ടാ പുള്ളി വന്നേക്കുന്നത്. പക്ഷെ പറയാ പുരയ്ക്കകത്തോട്ട് വരാൻ പോരാത്തവനാ. ഹല്ലേലൂയ. ആമേൻ. നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാ മതി. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കിന് വില കൊടുക്കാൻ ഹല്ലേലൂയ ആമേൻ ആര് തയ്യാറാകുന്നോ അവരുടെ ലൈഫിനകത്ത് ഭയങ്കര വിടുതൽ ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് ഒരു സാധാരണ വാക്കായിട്ട് എടുക്കരുത്. ഹല്ലേലൂയ. അതിന് സമയം നിശ്ചയിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു സമയം അങ്ങ് ഇടും. ഹല്ലേലൂയ. ആ വാഗ്ദത്തം ഇങ്ങനെ നടക്കണം. ആമേൻ. നമ്മൾ ഈ സ്റ്റേജ് സെറ്റ് ചെയ്ത് ഡ്രാമ കളിക്കാൻ സെറ്റ് ചെയ്ത് സ്റ്റേജ് കൊടുക്കുന്നത് പോലെ നമ്മളൊരു സെറ്റിംഗ് അങ്ങ് ചെയ്യും. ആമേൻ. ഇത്രാം തീയതി ഇത്ര ദിവസത്തിനകം എന്റെ അങ്ങ് നടക്കണം. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞ ദൈവത്തിനറിയാം അവിടെ എന്ത് സെറ്റ് ചെയ്യണമെന്ന്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട, ദൈവം സെറ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞാട്ടെ, ഞാനല്ല സെറ്റ് ചെയ്യുന്നത്, എന്റെ മുമ്പിൽ വാഗ്ദത്തം തന്ന ദൈവമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ചിലരുടെ മുമ്പിൽ പിശാച് പല സെറ്റിംഗ് നടത്തും. ചിലരുടെ മുമ്പിൽ ലോണായിട്ട് വരും. അവര് പറയും ആമേൻ എന്താണെന്നറിയാമോ, അവര് പറയും അവൻ അടുത്ത മാസം 5-ാം തീയതിക്കകം നിന്നെ ഞാൻ സെറ്റ് ചെയ്ത് പൂട്ടിയിടും. ഹല്ലേലൂയ. നിന്റേത് മൊത്തം ഞാൻ അടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. നിന്നെ ഞാൻ സിവിൽ സ്കോർ തകർത്ത് കളയും. നിന്നെ ആ പ്രശ്നത്തിലോട്ടാക്കും. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിന്റെ മുകളിൽ കയറി വാക്ക് പറയാൻ പറ്റിയ സെറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞാട്ടെ. ആ ദൈവം എന്റെ കൂടെ ഇരുന്ന് വാക്ക് പറഞ്ഞിരിക്കുക. ആ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അങ്ങനത്തെ ചില ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. നിനക്കെതിരെ വാക്കുകളുമായി വന്നത്, നിനക്കെതിരെ ഹല്ലേലൂയ ആമേൻ അന്യായ ശബ്ദങ്ങളുമായി വന്നത്, വിശ്വസിക്കാൻ പറ്റാത്ത ഏറിയകളിൽ നിനക്കെതിരെ ആമേൻ പണിയുമായി എഴുന്നേറ്റ് വന്നത്, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് മിനി സണ്ണി പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത വാക്കുകളൊക്കെ കർത്താവ് അഴിക്കുകയാ. ആമേൻ. ദൈവത്തിന്റെ വാക്ക് അതിന്റെ മേൽ വരാൻ പോകുകയാ. തലയ്ക്ക് മീതെ വന്ന പോലെ ചില വാക്കുകളെ
തലയ്ക്ക് മീതെ വന്ന ചില വിനകളെ, കെണികളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയുക. ഹല്ലേലൂയ. പുരക്കകത്തേക്ക് ആ ദൈവശബ്ദം കയറി വരിക. ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം ആ പുരക്കകത്ത് വരാൻ പോവുകയാണ്. തലമുറകളുടെ മേൽ വരാൻ പോകുകയാണ്. എല്ലാ മക്കളുടെ മേലും അത് വരാൻ പോകുകയാണ്. ദൈവശബ്ദം കേൾക്കുന്നവരായി, ദൈവ പദ്ധതിക്ക് ചെവി തരുന്നവരായി റെഡിയായിക്കോ. ശാന്തേരിയ പ്രഭാ ജഗനഘടക സിയാദന അർമ്മശേലി പ്രഭാ ജഗനഘടക. ചില യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുകയാ. എന്നും നിനക്ക് യുദ്ധം, എന്നും നിനക്ക് പ്രശ്നം, എന്നും നിനക്ക് യുദ്ധം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല ഒരു വാക്കിന്റെ മുമ്പിൽ ആ യുദ്ധം അവസാനിക്കാൻ പോകുകയാ. ഒരു വാക്കിന്റെ മുമ്പിൽ പ്രശ്നം അവസാനിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലര് വന്നൊരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം ഇരട്ടിയാകും. പക്ഷേ യേശു ഒരു വാക്ക് പറഞ്ഞ പ്രശ്നം അവിടെ കൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. അവിടെ കൊണ്ട് ആമേൻ. ഇന്ന് പകൽ എക്സാമുമായി ബന്ധപ്പെട്ട് ചിലര് ഇതിനകത്ത് കർത്താവ് ഡീൽ ചെയ്യുക. ഹല്ലേലൂയ. ഡിസംബർ മാസം ആമേൻ ഡേറ്റ് എക്സാമുമായി നിൽക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആമേൻ, തലമുറയുടെ മേൽ അങ്ങനത്തെ ചില ഡീലിംഗ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ എക്സാമിനെ ഹല്ലേലൂയ നീയല്ല, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പിൽ കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പിൽ ഡീലിംഗുമായി ഇറങ്ങാൻ ഡീലിംഗുമായി. ദൈവശബ്ദം ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ ഈ കേൾപ്പിക്കുന്ന ദൈവശബ്ദത്തിനകത്ത് ഉറച്ചോ. ഹല്ലേലൂയ. ആമേൻ. ഇത് കൈക്കൊണ്ടോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ആമേൻ നിന്നെ കുറിച്ചുള്ള ശ്രുതി മറ്റൊരു രീതിയിൽ പരക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള കേൾവി. ഹല്ലേലൂയ. ചിലര് പറയാറുണ്ട്, ആമേൻ, ചിലരെ കുറിച്ചുള്ള അഭിപ്രായം ചിലര് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. പണ്ടൊക്കെ സ്കൂളിൽ ചേരുമ്പം ആമേൻ നിങ്ങളെ കുറിച്ചുള്ള ആമേൻ മൈ സെൽഫ് എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ ഈ പ്രഭാതത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തോ പറയാൻ പോന്നേ? ഹല്ലേലൂയ. പഴയത് പറയരുത്, യേശു ഉള്ളത് മാത്രം പറഞ്ഞോളാം. ഹല്ലേലൂയ. യേശു ഉള്ളത് പറഞ്ഞോളാം. ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നയാളാണ്. ഹല്ലേലൂയ. ഈ മൈസെൽഫ് അങ്ങ് മാറ്റിയിട്ട് ജീസസ് ആകണം. ഹല്ലേലൂയ. നിന്റെ സെൽഫ്. ഹല്ലേലൂയ. എന്നോട് കർത്താവ് അങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. പണ്ട് മുതലേ ചിലരുടെ അകത്ത് കൊച്ചു പ്രായം മുതലേ മൈസെൽഫ് ഞാൻ ആരാണെന്ന്, ഞാനല്ല, യേശു എന്നിൽ ആരാന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ഹല്ലേലൂയ. അത് നിന്റെ മുമ്പിൽ ഭയങ്കര വിജയമായിട്ട് മാറും. ഹല്ലേലൂയ. ഞാൻ ആരാന്ന് പറഞ്ഞാൽ നീ തോറ്റുപോകും. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഗൊലിയാത്ത് പറയുക, ഞാൻ ആരാണ്, എനിക്ക് പൊക്കമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഇസ്രായേലിൽ ആരുണ്ട് എന്നോട് പറയാൻ. ഹല്ലേലൂയ. അവന്റെ മൈസെൽഫ് അടിക്കുക. ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന് മൈസെൽഫ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ കയറി വരിക, മൈസെൽഫ് അല്ല, ഹെവനാണ് എന്റെ സെൽഫ്. ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും എന്റെ നേരെ വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഹായത്താൽ, ദൈവത്തിന്റെ അഭിഷേകത്താൽ ഞാൻ അതിനെ കീറിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സാക്ഷ്യം ഒന്ന് പുറത്തു വരട്ടെ. ഒരിക്കൽ എന്റെ വീടിനകത്ത് പ്രശ്നം കയറി വന്നു. ഒരിക്കൽ എന്റെ ഭവനത്തിനകത്ത് പ്രതിസന്ധി കയറി വന്നു. ഹല്ലേലൂയ. എന്റെ സെൽഫിന് കഴിയാത്തത്. ഹല്ലേലൂയ. എടാ, തണ്ടും തടിയുമുള്ള ഗോലിയത്തെ നിനക്ക് കഴിയാത്തത്. എന്റെ സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞു തുടങ്ങി. സൈന്യങ്ങളുടെ യഹോവ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഈ ചെറിയ ശരീരത്തിനകത്ത്, എന്റെ ഈ ചെറിയ ബുദ്ധിക്കകത്ത് അത് ഡീൽ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചിലത് എല്ലാ ഹൃദയങ്ങളെ തുറന്ന് പറഞ്ഞാട്ടെ. ദാവീദെ പോലെ ഹല്ലേലൂയ. എന്റെ മുമ്പിൽ സിംഹത്തെയും കരടിയെയും. ഹല്ലേലൂയ. ഒന്നോർത്ത് നോക്കിയേ. ആമേൻ. പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ ബൈറ്റിംഗ് പവർ ഉള്ള സാധനമാണ് കരടി. അല്ലെ, ഒരൊറ്റ കടിക്കകത്ത് എല്ലിന്റെ സകല സാധനവും പൊഴിഞ്ഞ് തരിപ്പണമായി പോകുന്ന ബൈറ്റിംഗ് പവർ ഉള്ള സാധനം കരടി. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് കപ്പാസിറ്റി ഉള്ള, പിടിവിടാത്ത സാധനമാണ് സിംഹം. ഇതിനെ രണ്ടിനെ അവൻ കീറിക്കളഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. എല്ലൊടിക്കാൻ വന്നാലും നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ചുറ്റിത്തിരിഞ്ഞു വന്നാലും സർവശക്തന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ, ഹല്ലേലൂയ, രാജ്യങ്ങൾക്ക് നീ ഒരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ. ദേശങ്ങൾക്ക് നീ ഒരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ. വെല്ലുവിളികൾക്ക് നീ ഒരു ആയുധമായി മാറും. ഹല്ലേലൂയ. നിനക്കൊരു ഹിഡൻ
ഹിഡനായ ഒരു ആയുധമുണ്ട്. പറഞ്ഞാട്ടെ, നിനക്കൊരു ഹിഡനായ ഒരു ആയുധമുണ്ട്. ആ ആയുധം ഈ പ്രഭാതത്തിൽ എന്റെ കയ്യിലുണ്ട്. ഓ യെസ് 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 യെസ്. ചിലരുടെ മേലെ അത് അഭിഷേകം പോലെ ഇറങ്ങുകയാ. ഷൈനി ജോർജ്, നിന്റെ മേലെ അത് അഭിഷേകം പോലെ ഇറങ്ങുക. നിന്റെ മേലെ ഒരു ആയുധമുണ്ട്, ഒരു ആയുധമുണ്ട്. നിന്റെ പ്രശ്നത്തിന് ആയുധം വർക്കൗട്ട് ചെയ്യാൻ പോകുകയാണ്. നീ നിൽക്കുന്ന പ്ലേസുമായി ബന്ധപ്പെട്ട് നിന്റെ മുമ്പിൽ ആ ആയുധം ചലിക്കാൻ പോകുകയാണ്. ആർക്കും പരിചയമില്ലാത്തൊരു ആയുധം, നിന്റെ മുമ്പിലുള്ള വെല്ലുവിളികളെ തകർക്കുന്ന ഈ ആയുധം, ആമേൻ ആമേൻ, 2026 ഈ ആയുധം വർക്ക് ചെയ്യാൻ പോകുകയാണ്. ഇതുവരെ ആരും ശത്രുവിനെ കാണാൻ കഴിയാത്തത്, ശത്രുവിനെ ഹൈഡ് ചെയ്യാൻ കഴിയാത്തത്, അതിന്റെ പവർ റിലീസ് ചെയ്യാൻ പോകുകയാണ്. ഞാനിത് പറയുമ്പോൾ ഒരു ഏഞ്ചൽ ഇറങ്ങി, ആമേൻ 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 ആമേൻ, ചില മേഖലകളിൽ ഇറങ്ങി വെട്ടിമാറ്റുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ആർക്കും ആമേൻ എഴുതി തീർക്കാൻ പറ്റാത്തതൊന്ന് ലൈഫിനകത്ത് എഴുതി ചേർക്കാൻ പരിശുദ്ധാത്മാവ് റെഡിയായിട്ട് നിൽക്കുകയാ. ചിലത് അവകാശമായി ദൈവം എഴുതി തരാൻ പോകുകയാ. ചിലത് അവകാശമായി എഴുതി തരാൻ പോകുകയാ. ഞാനൊരു വാക്കാണ് എന്റെ അകത്ത് വരുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കി എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നെ കാത്തിടണമെന്ന യെബേസിന്റെ പ്രാർത്ഥന പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് അനുഭവിക്കുന്നു, ഞാനത് കാണുന്നു. ഷൈനി ജോർജിന്റെ മേൽ യെബേസിന്റെ പ്രാർത്ഥന പോലെ. ഹല്ലേലൂയ. തഴയപ്പെട്ടിടത്ത്, ഹല്ലേലൂയ, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിടത്ത് യെബേസിന്റെ പ്രാർത്ഥന പോലെ ദൈവ ശബ്ദം അതുപോലെ ഇറങ്ങി വരുന്നു. ചില ത്വക്ക് രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. ത്വക്ക് രോഗങ്ങളെ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ അത് യേശുവിന്റെ സൗഖ്യം വീഴുകയാണ്. പ്രാർത്ഥിച്ചാട്ട് റാംധേരിയം ശബാന പ്രഭാ ജഗനഘടക ശേരിയന്തരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോസോകോരി അന്തരബ ശാന്തരബെ റിമിനറ്റേരി അന്തന. ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ഭയങ്കര പ്രശ്നം അനുഭവിക്കുന്നവരെ ഇന്ന് പകരം ഒരു വലിയ സൗഖ്യത്തിന്റെ കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. നീയല്ല നിയന്ത്രിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ശക്തി അതിനകത്ത് നിയന്ത്രിതമായി മാറാൻ പോകുക. ശരീരങ്ങളെ തൊടാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തൊട്ടാൽ അതവിടെ ബ്രേക്ക് ആകാൻ പോകുക. പറഞ്ഞാട്ടെ. യേശു തൊട്ടാൽ അത് ബ്രേക്ക് ആകാൻ പോകുക. എൻഡിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന ചില രോഗശക്തികളെ, എൻഡിങ്ങിലോട്ട് അമൻ നിന്നെ വഴിതിരിച്ചുകൊണ്ട് പോകുന്ന, അമൻ സിമ്പല് കാണിച്ചുകൊണ്ട്, പോസ്റ്റർ കാണിച്ചുകൊണ്ട്, പേര് കാണിച്ചുകൊണ്ട് നിന്നെ ആ എൻഡിങ്ങിലോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന രോഗശക്തികളെ ഭാഗത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്താട്ടെ. യേശുവിന്റെ വാക്കതിനകത്തോട്ട് വന്നടിക്കട്ടെ. ആ റിപ്പോർട്ടിനകത്ത് അടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ റിപ്പോർട്ടിനകത്ത് അടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സെക്കറിയാവിനോട് പറഞ്ഞു, നീ ഇനി മിണ്ടണ്ട, ഞാൻ മിണ്ടി തുടങ്ങിയിട്ടുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കറിയാവെ നീ ഇനി മിണ്ടണ്ട, അതിനി ഉണ്ടായിട്ട് മിണ്ടിയാ മതി. ഹല്ലേലൂയ. ചിലരിങ്ങനെയാണ് വാഗ്ദത്തം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും സംസാരിച്ച് ആ വാഗ്ദത്തം മൊത്തം കൊണ്ട് നശിപ്പിക്കുന്നതേ അവരുടെ വായിന്ന് വരാറുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ചിലർ മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നോട് ദൈവത്തിന്റെ അല്പം അങ്ങനെ തന്നെ പറയുന്നു. അത് ആരുടെ ദൂതാണോ അത് അങ്ങനെ തന്നെ പിടിച്ചോ. ഹല്ലേലൂയ. ദൂതിനെതിരെ സംസാരിച്ചു തുടങ്ങരുത്, ദൂതിനെതിരെ പേര് വിളിക്കരുത്, ദൂതിനെതിരെ ആമേൻ വേറൊന്നും ക്രമീകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മിണ്ടുന്നെങ്കിൽ കർത്താവിനോട് മാത്രം മിണ്ടിക്കോ. ഹല്ലേലൂയ. ഷാധേരിയാന്തരാധന. ചിലരെ അങ്ങനെ ദൈവിക പദ്ധതിക്ക് വേണ്ടി കണ്ടിരിക്കുകയാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി ആമേൻ. ഇവിടെ ആമേൻ ബാലനെ തൊട്ടു. ബാലൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു തുടങ്ങി. ഇവനെ സംസാരിപ്പിക്കാതെ വണ്ണം, സംസാരിക്കാൻ അനുവദിക്കാതെ വണ്ണം ഇവന്റെ ശബ്ദത്തെ ബ്ലോക്ക് ചെയ്ത ചിലർ ഇവനെ ചുമന്നുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. ഇവൻ ഇനി സംസാരിക്കത്തില്ല. അവര് പ്രവചിച്ചിരിക്കുക, ഇവൻ ഇനി സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. ഇവൻ ഇനി മിണ്ടത്തില്ല. ഹല്ലേലൂയ. ഇവൻ ഈ പട്ടണത്തിൽ ഇനി ശബ്ദിക്കത്തില്ല. ഇവന്റെ ശബ്ദം ഈ പട്ടണത്തിൽ കേൾക്കത്തില്ല. ഹല്ലേലൂയ. സ്വർഗം പറയുക, ഞാനൊരു ശബ്ദമായി അവന്റെ മുമ്പിൽ വന്നു നിൽക്കുക, ഇനി അവൻ സംസാരിച്ചേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിന്നെ ആമേൻ ഒടുക്കിപ്പിടിച്ചത്, നാവിനെ അടക്കിപ്പിടിച്ചത്, നിനക്ക് പറയാൻ മറുപടി ഇല്ലാത്ത ഏറിയയിൽ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ മറുപടിയായി അവൻ ഇറങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ വാറന്റിയായി യേശു ഇറങ്ങാൻ പോകുകയാണ്. പറഞ്ഞാട്ടെ. എന്റെ വാറന്റി
യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ശബ്ദം യേശുവാണ്. ഹല്ലേലൂയ. ഞാനല്ല ശബ്ദിക്കുന്നത്, എന്നിലൂടെ യേശു ശബ്ദിക്കാൻ പോകുകയാണ്. എന്റെ വാറണ്ടി യേശുവെന്ന് തെളിയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പട്ടണങ്ങളുടെ മുമ്പിൽ ഒരു അസാധാരണ കാഴ്ചയാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, ഹാ 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 ലേലൂയ, ആഹാ ഹാ ഹാ ലേലൂയ, ആഹാ ഹാ ലേലൂയ, ആഹാ ലേലൂയ, ഓ ആഹാ ലേലൂയ, ആഹാ ലേലൂയ, ഹാലേലൂയ, ആമേൻ. യേശുവാർക്കും കടക്കാരനല്ല, യേശുവാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. യേശുവാർക്കും കടക്കാരനല്ല, യേശുവാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ആഹാ ലേലൂയ. കരമുയർത്തിപ്പിടിച്ച് ആഹാ. പെയിനുള്ള കരം ഹല്ലേലൂയ തോളിന് മുകളിലോട്ട് ഉയർത്താൻ പറ്റാത്തവർ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട് ആഹാ ലേലൂയ, ആഹാ ലേലൂയ, ആഹാ ലേലൂയ, ആഹാ ലേലൂയ, ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും തുറന്ന് കർത്താവിനൊന്ന് കണക്ട് ആയാട്ടെ. ഹല്ലേലൂയ. അല്പസമയം നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിനോടൊന്ന് കണക്ട് ചെയ്താട്ടെ. ഇൻഷാല്ലാ ബാറുഖദന ബാബാ ബാബാ റംശേഖേരി ആൻറോബോ സിയാന ബാറാൻസേഖേരി ആൻധറ ബാബാ ബാബാ അർബശേലി അർബചൂഡ രബനഗദ രഗഡഗ ശാന്താറ ബാബാ ബാബാ. ഉണങ്ങിയത് ജീവിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഉണങ്ങിയത് ജീവിക്കുന്നത് പോലെ ഒന്ന് കണ്ടാട്ടെ. ലൈഫിനകത്ത് പ്രതീക്ഷയില്ലാത്തത് ആമേൻ പ്രതീക്ഷയോടെ തിരികെ വരുന്നതൊന്ന് കണ്ടാട്ടെ. നിങ്ങൾ അതിനെ ഡിസൈൻ ചെയ്താട്ടെ. പിശാചിന് ഡിസൈൻ ചെയ്യാൻ കൊടുക്കാതെ, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഡിസൈൻ ചെയ്യാൻ കൊടുക്കാതെ, ദൈവാത്മാവിന്റെ പദ്ധതിക്കനുസരിച്ച് നീയാണ് ഹല്ലേലൂയ വാഴാനും ഡിസൈൻ ചെയ്യാനുമുള്ള അധികാരം നിങ്ങളുടെ മേലെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ ചിന്തിച്ച് പിശാചിന് ഡിസൈൻ ചെയ്യാൻ കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പ്ലാൻ ചെയ്താട്ടെ എന്താണ് നിങ്ങളുടെ ലൈഫിനകത്ത് നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രതിഭ ജോൺ പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുന്നു, നീ പ്ലാൻ ചെയ്തോ, ദൈവം നിന്റെ ലൈഫിനകത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ പോകുകയാ. നീ പ്ലാൻ ചെയ്തോ. ഹല്ലേലൂയ. ആമേൻ. പിശാചല്ല പ്ലാൻ ചെയ്യാൻ പോകുന്നത്, നീ പ്ലാൻ ചെയ്തോ. ഹല്ലേലൂയ. ഹെവന്റെ പ്ലാൻ നിന്റെ അകത്ത് വീഴാൻ പോകുകയാ. നീ വരച്ചു തുടങ്ങിക്കോ. ഒരു പേപ്പർ എടുത്ത് വരച്ചു തുടങ്ങിക്കോ. നീ വരച്ചു തുടങ്ങിക്കോ. ദൈവത്തിന്റെ പ്ലാന് ഈ പ്രഭാതത്തിൽ നിന്റെ ഡ്രോയിങ്ങിനകത്ത് വരാൻ പോകുകയാ. കല്ലുപോലെ ഇരുന്ന ചിലത് ഹല്ലേലൂയ അടഞ്ഞു പോയത് ചിലത് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുകയാ. ഹല്ലേലൂയ. ആർക്കും കാണാൻ പറ്റാത്തൊരു കാഴ്ച ദൈവം നിന്റെ മുമ്പിൽ കാണിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. റെസ്റ്റായി പോയത്, നനങ്ങത്തില്ലെന്ന് പറഞ്ഞത് ഹല്ലേലൂയ നിനക്ക് അവനെ തിരികെ ലഭിക്കുന്ന രീതിയിൽ, നിനക്കവനെ നിന്റെ കയ്യിലോട്ട് കൊണ്ട് തരുന്ന രീതിയിൽ ദൈവ പദ്ധതി അവിടെ ചലിക്കാൻ പോകുകയാണ്. ശാന്താര ബാബാ അർധികാന ബ്രജനഘടക ശാന്തേരിയാന്തന ലാംധേരിയ ധുരൂപ ശാധുനി അൽഖമനാഥന. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ പ്രഭാതത്തിൽ നീ പറയുന്നത്, നീ എഴുതുന്നത്, നീ സംസാരിക്കുന്നത്
അങ്ങനെ തന്നെ ഒരു ദൈവ പദ്ധതിയായി മാറാൻ പോകുകയാ. നീ വരയ്ക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാ. ഒരു ഡ്രോയിങ് റൂം എന്നെ കാണിക്കുന്നു, എനിക്കറിയത്തില്ല, ആ സഹോദരിയുമായി ബന്ധപ്പെട്ട് ഒരു ഡ്രോയിങ് റൂം എന്നെ കാണിക്കുന്നു. നീ ഡ്രോ ചെയ്യുക, എഴുതുക, എഴുതിയത് ചിലത് നിവർത്തീകരിക്കുക. ചില ഡയറികളെ അവൻ ഓപ്പൺ ചെയ്യുകയാ. റാംശേരി പതന റമസേരി അധരാധന ചില തുണ്ടു പേപ്പറുകളെ അവൻ കാണുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാ. ഹെവന്റെ പർപ്പസ് ഉള്ളത് അണ്ടർലൈൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അവൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ജോറോഫിയാദന മർമ്മസേരി അന്തരാധന അർബശേരി ആദന ഭരകചതന ഘടക സഭരേദന് ഒരു ചെറിയ പൈതലിനെ പരിശുദ്ധാത്മാവിനകത്ത് തൊടുകയാ. ആമേൻ, ഹല്ലേലൂയ. ഓ, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നതൊരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അവൻ പല രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കഴിയാത്തത് പരിശുദ്ധാത്മാവിന്റെ തലയിൽ തൊടുകയാണ്. രശ്മിഖേരിയൻ ജറബ സിംഗല മനന്തുരി ബേനശ്ശേരി ഫറഗദന ഘടക ദൈവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ തലമുറകളെ പരിശുദ്ധാത്മാവിനകത്ത് തൊടുകയാ. ആമാ ഷെഖേരിയാധരാധന പിശാച് പ്ലാൻ ചെയ്തിരിക്കുക, അവന്റെ ലൈഫ് ഇങ്ങനെയാകും, അവന്റെ ലൈഫ് ഇങ്ങനെ ആയിത്തീരും. ചില ടീച്ചേഴ്സ് അവന്റെ മുമ്പിൽ പ്ലാൻ വരയ്ക്കുക, ഇവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഇവനെ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അവരെ ട്രീറ്റ് ചെയ്യുന്നിടത്തല്ല അവൻ നിൽക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവർക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തടത്ത് ദൈവത്തിന്റെ ട്രീറ്റ്മെന്റ് അവന്റെ മുമ്പിൽ ഇറങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ. അവന്റെ യൂണിവേഴ്സിറ്റി ഇതല്ല, ഹെവന്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് അവനെ കയറ്റാൻ പോകുകയാ. രശ്മിക്കേതിനെ വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞാട്ട് ഹല്ലേലൂയ. അവന് വേറൊരു ലോകം ദൈവം ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അവർ കണ്ട ലോകമല്ല, അവർ കണ്ട വിസ്ഡമല്ല. അവന്റെ മുമ്പിൽ അസാധാരണ വിസ്ഡത്തെ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പറയുന്ന ചീപ്പി അല്ല. ഹല്ലേലൂയ. അവന്റെ നാവിൽ നിന്ന് അഭിഷേകത്തിന്റെ വാക്കുകൾ വലിയ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് ഒരു കാഴ്ച കാണുന്നു. ആദ്യത്തെ ചിലത് അവന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കും. അടുത്ത 7 വർഷത്തിനകത്ത് ദൈവത്തിന്റെ കരം അവന്റെ മുമ്പിൽ സൂപ്പർ നാച്ചുറലായി തുറക്കാൻ പോകുകയാണ്. അവന്റെ ബർത്ത് ദിവസം മുതലേ അവനെ പോരാടി നിന്നത് ചിലത് യേശുവിന്റെ നാമത്തില് ഹെവന കുരുക്കിനെ അഴിക്കുകയാ. യേശുവിന്റെ നാമത്തില് രഞ്ജകബലി വലിയ സാക്ഷ്യങ്ങൾക്ക് നിങ്ങൾ റെഡിയായിക്കോ, വലിയ സാക്ഷ്യങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു തുടങ്ങിക്കോ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടത് അവനെ കുറിച്ചാണ്. അവൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാണ്. ഒരു വലിയ മിറക്കിൾ ചൈൽഡായി മാറാൻ പോകുകയാണ്. മിറക്കിൾസുകൾ നടക്കുന്ന തലമുറകളുടെ മേളിൽ നിൽക്കുന്ന ചില കെട്ടുകൾ അഴിയുക. ഓ, പ്രവചന ശബ്ദം ദീർഘമായി ചിലരുടെ മുമ്പിൽ കിടക്കുന്നത്. അവർ പറയുന്നു, ഒത്തിരി പ്രവചനം ഞങ്ങൾ കേട്ടതാ, ഞങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ കല്ല് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉരുട്ടി മാറ്റുന്നു. ഹല്ലേലൂയ. പ്രവചനത്തെ കല്ലറയ്ക്കൽ വെച്ചാൽ ഒരു മേരി ഉണ്ടെങ്കിൽ അവൾ അനുവദിക്കത്തില്ല. അവൾ പ്രതീക്ഷയുള്ള തൈലവുമായി അവൾ ഓടിച്ചെല്ലും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രതീക്ഷയുള്ള തൈലം നീ അങ്ങോട്ടിട്ടേ. ഹല്ലേലൂയ. നീ റെഡിയായിക്കോ, നീ ഓടിക്കോ. നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ സ്വർഗീയ ദൂതന്മാർ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആ തൈലത്തിന്റെ വാസന നഷ്ടപ്പെടാതെ വണ്ണം ഹല്ലേലൂയ അതിനെ ഉയർത്തിക്കാട്ടുന്നത് സ്വർഗീയ പദ്ധതിക്കകത്ത് ആ കാഴ്ച ആദ്യം കാണാൻ നിന്നെ വിളിച്ചിരിക്കുക. ആ കാഴ്ച ആ പ്യുവറായ കാഴ്ച മറ്റ് ശിഷ്യന്മാർക്ക് പോലും കിട്ടുന്നതിന് മുമ്പേ നിന്നെ ആ വണ്ടർ വേൾഡ് കാണിക്കാൻ വേണ്ടി സ്വർഗം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മേരിമാരുണ്ടെങ്കിൽ ഒരുമിച്ച് പറഞ്ഞാട്ട് ഐ ആം റെഡി. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഐ ആം റെഡി. ഞാൻ വെച്ച സ്റ്റെപ്പ് ഹല്ലേലൂയ അടഞ്ഞ കല്ലറ കാണാനല്ല, തുറന്ന കല്ലറ. ഹല്ലേലൂയ. കല്ലറകളുടെ ഓപ്പൺ ആകാൻ പോകുക. ഇന്ന് പ്രഭാതത്തിൽ കേട്ട വചനം അതുപോലെ ചിലരെ ഐസിയുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുക. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ചിലതിനെ ഐസിയുവിന്റെ മുമ്പിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുക. അവനെ കൊണ്ട് ഹല്ലേലൂയ അടുത്ത പ്രഭാതം അവനെ കൊണ്ട് വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശുശ്രൂഷകരെ നിങ്ങളുടെ മുമ്പിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്റർ
കിലോമീറ്ററുകൾക്കപ്പുറത്ത് ICUവുമായി ബന്ധപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ICUവിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഈ ഡിവൈസിനകത്ത് ആമേൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ മുമ്പിൽ ഹല്ലേലൂയ അങ്ങനത്തെ ICU യൂണിറ്റിൽ നീ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്നെ അങ്ങനെ തന്നെ ദൈവത്തിന്റെ പദ്ധതിയുമായി ചലിക്കാത്ത ചിലതിനെ ഹല്ലേലൂയ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടാക്കുകയാ, ഒരു ഡിവൈൻ പദ്ധതി ഉണ്ടാക്കുകയാ. ആമേൻ നിന്റെ ചലനം ആ റൂമിനകത്ത് ഹെവന്റെ പർപ്പസ് ഇറങ്ങി ആമേൻ മരണം വിതച്ചത് അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്ന് പറഞ്ഞതിനെയൊക്കെ ചാടി എഴുന്നേൽപ്പിക്കുകയാ. നിനക്ക് ഡ്യൂട്ടി ഇട്ടേക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവോട് ഇറങ്ങുകയാ. നീ ഇത് ചിന്തിക്കുക, ഇത് സംഭവിക്കും. നീ ആമേൻ ഇസ്രായേലിന്റെ ദൈവത്തെയാ വിളിക്കുന്നത്. നീ ഇരിക്കുന്ന ഇടം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആമേൻ സന്ദർശനം ഉണ്ടാകുന്ന ഇടമാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നീ ഒരു വാച്ചിങ് ടവർ ആയിട്ട് അവിടെ നിന്നാ മാത്രം പോരാ. അല്ലെ നീ അവിടെ ആമേൻ ആമേൻ ഒരു ദൂതനെ പോലെ അതിനകത്തിറങ്ങി നടന്നു തുടങ്ങിക്കോ. ബോഡികളോട് കൽപ്പിച്ചു തുടങ്ങിക്കോ. ആമേൻ നിലയ്ക്കുന്ന ആമേൻ 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 ശബ്ദങ്ങളോട് കൽപ്പിച്ചു തുടങ്ങിക്കോ. ആമേൻ ഹാർട്ട് ബീറ്റിനോട് കൽപ്പിച്ചു തുടങ്ങിക്കോ. മിറക്കിളുകളുടെ കാഴ്ചകൾക്ക് ആമേൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന മിറക്കിളുകളുടെ കാഴ്ചകൾ ഹേ റിബബബ ശബബബ ഹതരഗടക റൂബി ഷെബനെ പ്രഭ ജഗനഗടകസി. ഇതിനകത്ത് ചിലരെ ഈ പറയുന്ന നിമിഷം തന്നെ ശുശ്രൂഷകളുടെ കൈമാറ്റങ്ങൾ നടക്കുകയാണ്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് അവർ കയറുകയാ. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇരപ്പഴങ്ങളിൽ നിനക്ക് കഴിയും അവന്റെ ബോഡിയെ ഒന്ന് തൊടാൻ. ഹല്ലേലൂയ. അവന്റെ മഞ്ചത്തെ നിർത്താൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. നീ ഇറങ്ങിച്ചെന്ന് തൊട്ടു തുടങ്ങിക്കോ. നീ ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. അസാധാരണ തിരിവുകൾ സംഭവിക്കാൻ പോകുകയാണ്. ചിലർ പറയും എനിക്ക് അവസരമില്ലല്ലോ. ഹല്ലേലൂയ. അവസരം നിന്റെ മുമ്പിൽ കടന്നിരുന്ന് നീ അനങ്ങാതിരുന്നാലാ പ്രശ്നം. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലർ പറയും ഞാനിനി ഏത് രോഗിയെ കാണാൻ അല്ല, രോഗി നിന്റെ മുന്നിൽ കിടക്കുക. കൈവച്ചോ. ഹല്ലേലൂയ. ഹീലിംഗ് പവറുകൾ നിന്റെ ആമേൻ വിരലിന്റെ തുമ്പ് തൊട്ടാ മതി. ഹല്ലേലൂയ. പ്രതീക്ഷ അറ്റത് മാറാൻ പോകുക. ഹല്ലേലൂയ. പ്രതീക്ഷ അറ്റത് കിഡ്നിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ അറ്റത് ആമേൻ ഓപ്പറേഷനുകൾ ആമേൻ പഴുപ്പ് കയറിയത് ആമേൻ പ്രതീക്ഷ അറ്റത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുക. ട്യൂബിനകത്തൂടെ പഴുപ്പ് പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷനുകൾ ആമേൻ ബ്രേക്ക് ആകാൻ പോകുക. മരണത്തെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു ശുശ്രൂഷ. ഞാനിത് പറയുമ്പോൾ തന്നെ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു. ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട സമയം നമ്മുടെ മുമ്പിൽ വേഗത്തിൽ കടന്നു പോകുന്നു. എല്ലാ ഹൃദയങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചാട്ട് യേശുവേ, ഞങ്ങൾ ഇന്ന് പകൽ കേട്ട വചനം പോലെ, ഞങ്ങൾ ഇന്ന് കേട്ട ദൈവ ശബ്ദം പോലെ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ റെഡിയാകുകയാ. ഹെവന്റെ പർപ്പസ് ഞങ്ങൾ റെഡിയാകുകയാ. ആമേൻ ഞങ്ങളുടെ പട്ടണത്തിൽ ആമേൻ ഞങ്ങൾ ബ്യൂട്ടിഫുൾ ആകാൻ പോകുകയാ. പട്ടണത്തിന്റെ പേരല്ല, എന്റെ പേര് ബ്യൂട്ടിഫുൾ ആകാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ മഞ്ചം ആമേൻ പട്ടണത്തിൽ ഇനി എടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. മഞ്ചം എന്റെ വീടിനകത്ത് എഴുന്നേക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ എന്റെ മുമ്പിൽ ദൈവശബ്ദം ആമേൻ എഴുന്നേക്കുകയാ. ഹല്ലേലൂയ. അതിനകത്ത് ഗെറ്റ് റെഡി ആമേൻ. എല്ലാ ഹൃദയങ്ങളെ തുറന്ന് ഹല്ലേലൂയ. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കടന്നു വന്ന കർത്താവേ ഹല്ലേലൂയ, ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന ആമേൻ ഏകദേശം ഇപ്പോൾ 58 ആമേൻ ഡിവൈസിനകത്തൊന്ന് ജോയിൻ ആയിരിക്കുന്ന എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ ശബ്ദം അതുപോലെ അവരുടെ മുമ്പിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാനല്ല, എന്നിലൂടെ യേശു ആമേൻ വളരണം കർത്താവേ. ആമേൻ പട്ടണങ്ങളെ ആമേൻ ദൈവശബ്ദത്തിനകത്ത് നിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പ്രഭാതത്തിൽ അവരുടെ മുമ്പിലുള്ള കാഴ്ചകളെ, അടുത്ത സമയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ നടന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിളികൾ അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു. തുറന്നു വരട്ടെ കർത്താവേ. ഒരു പെൻഡിങ് ഇല്ലാത്ത ദൈവപദ്ധതികൾ ഈ മക്കളുടെ മുമ്പിൽ നടക്കട്ടെ കർത്താവ്. ഞാൻ ഈ മിനിസ്ട്രിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിദേശത്തും സ്വദേശത്തും നിന്നുകൊണ്ട് ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന എല്ലാ മക്കളെയും പിതാവിന്റെയും കൃപ ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഷലോം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.
you.